ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മുടെ കഥയുടെ ദിവസമാണ്. തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു കഥാകാരിയാണ് കിട്ടിയിരിക്കുന്നത്. മനോഹരമായ ഒരു കഥ നമുക്ക് ശ്രവിക്കാം. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കഥാകാരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉഷമാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഉഷമാം, യു ആർ വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനായിട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാറില്ലേ, നമ്മുടെ കണ്ണുനീരൊഴുകി ഇറങ്ങാൻ രണ്ട് കവിൾത്തടങ്ങൾ വേണം, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ രണ്ട് കാതുകൾ വേണം. തീർച്ചയായിട്ടും ഹസീനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളവർ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരാണെന്ന് പറയാം. വളരെ കാലമായി ഹസീന തളരുന്നവർക്ക് തന്റെ തോളിൽ താങ്ങ ആകാൻ ഒരിടം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് കഥ പറയുന്ന ഈ പുതിയ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹസീന MS, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ്. അതുപോലെ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നിറയെ സൗഹൃദ വലയങ്ങൾ ഉള്ള, അത് എന്നും തുടർന്ന് കൊണ്ടുപോകാനായിട്ട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂവാറ്റുപുഴയാണ് വീട്. സ്വന്തം സ്ഥലം എറണാകുളമാണ്. അതുപോലെ ഹസ്ബൻഡ് ആസിഫ്. 2-3 കുട്ടികളാണ് ഉള്ളത്. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും, ഞാൻ ഹസീനെ കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഞാൻ തോന്നാറുണ്ട്, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ലാളിത്യത്തോടു കൂടിയിട്ട് ഏത് പ്രതിസന്ധിയെയും വളരെയധികം ഒരു സംയമനത്തോടു കൂടി നേരിടാനായിട്ട് ഹസീനയ്ക്കുള്ള ഒരു കഴിവ് അപാരം തന്നെയാണ്, പറയേണ്ടതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ളവരെ കൂടി കരുതുന്ന ഒരു സ്നേഹവലയത്തിൽ ഒതുക്കി നിർത്തുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. എനിക്ക് ഏറെ സന്തോഷം, അതോടൊപ്പം തന്നെ അഭിമാനത്തോടു കൂടിയിട്ട് ഞാൻ ഹസീനയെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ കഥ എന്താണെന്നും MD സാറിന്റെ ഒരു കഥയാണ് ഹസീന തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഥയെക്കുറിച്ചും ഹസീനയെക്കുറിച്ചും ഉള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് ഹസീന സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ഹസീനയെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹസീന. താങ്ക് യു ഉഷാമ. ഒരുപാട് സന്തോഷമുണ്ട് ഉഷാമാമിന്റെ നല്ല വാക്കുകൾക്കായി. പലപ്പോഴും ഉഷാമാം പറഞ്ഞ പോലെ, അതേപോലെ സാബു സാർ പറഞ്ഞ പോലെ, നമ്മുടെ ജീവിതത്തിലുള്ള കുറെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ കുറെ എക്സ്പീരിയൻസുകളാണ് നമ്മളൊക്കെ ഇന്ന് എന്ത് എന്നുള്ളത് തീരുമാനിക്കുന്നത്, അല്ലെ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന കുറെ അനുഭവങ്ങൾ, അത് പലപ്പോഴും നമ്മളൊരു സമ്പത്തായിട്ട് ഏറ്റെടുത്താൽ നമുക്ക് ഓരോരുത്തർക്കും കുറെ കഥകൾ ഇതുപോലെയൊക്കെ എഴുതാൻ പറ്റും. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, സാബു സാറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതിഥിയായിട്ട് എനിക്ക് വരാൻ സാധിച്ചതിൽ ആദ്യം ദൈവത്തിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്. നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും തുടർന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പല ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു കഥ പറച്ചിലിന് അപ്പുറം എനിക്ക് പലപ്പോഴും ഇഷ്ടമുള്ള ഒരു മേഖല കഥ പറയാന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കഥ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന ഒരു കഥ MT വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്താളിൽ നിന്ന് എടുത്തൊരു കഥയാണ്. അതായത് നമുക്കൊക്കെ പിറന്നാളുകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ പിറന്നാളുകൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പിറന്നാളിന്റെ ഓർമ്മയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. അപ്പോ നമ്മുടെയൊക്കെ ചെറുപ്പകാലം, ബാല്യകാലം എങ്ങനെയായിരുന്നു ഈ കഥയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അന്ന് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ സങ്കടങ്ങളും എല്ലാം നമുക്ക് ഓർക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ല മുഹൂർത്തമായിട്ട് ചിലപ്പോൾ മാറാറുണ്ട്. അങ്ങനെ ഒരു കഥയാണിത്. ശരിക്കും പറഞ്ഞാൽ MT വാസുദേവൻ നായർക്ക് ആ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, അതിലൊരാൾ ഞാനായിരുന്നില്ലേ, ഈ കഥ എന്റെ ആയിരുന്നില്ലേ, എനിക്ക് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെ? കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം ഒപ്പിയെടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോ ഒരു പിറന്നാളിന്റെ ഓർമ്മ എന്ന് പറയുന്ന കഥയുടെ പ്രത്യേകത, നാളെ എന്റെ പിറന്നാളാണ്.
ആദ്യമായിട്ട് തുടങ്ങുന്ന വരി ഇങ്ങനെയാ, നാളെ എന്റെ പിറന്നാളാണ്. അപ്പോ പിറന്നാളിന് എന്താ പ്രത്യേകത ഉള്ളത്? എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. സത്യത്തിൽ പിറന്നാൾ എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ കത്തിൽ നിന്നാണ് മനസ്സിലായത്. അവൾ എഴുതിയിരിക്കുന്നത്, വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാൾ. രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് നല്ലതാണ്. എന്താണെന്നറിയോ? ഞാൻ ശിവന്റെ അമ്പലത്തില് ധാരയും പണപ്പായസയും കഴിക്കുന്നുണ്ട്. അവിടെ അടുത്ത അമ്പലമില്ലേ? അവളുടെ ചോദ്യമാണ്. ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് തൊഴണം. എന്റെ നന്മയ്ക്ക് വേണ്ടതെല്ലാം ഭാര്യ ചെയ്തുകൊള്ളും. ആ ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. അവൾ വളരെ കാലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവാൻ ഇടയുണ്ട്. ദേവന്മാരുടെയും ദേവിമാരുടെയും കണ്ണിലുണ്ണിയായി വളർന്നവളാണ്. തന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. നാളെ എനിക്ക് ഒഴിവാണ്. പിറന്നാളാണെന്നുള്ള വസ്തുത പൂഴ്ത്തിവെക്കുകയാണ് ഭേദം. അറിഞ്ഞാൽ കൂട്ടുകാർ ഇരച്ചു കയറും. പാർട്ടി വേണമെന്ന് ശഠിച്ചാൽ പേഴ്സ് കാലിയാകും. അവരിൽ പലരുടെയും പിറന്നാളുകൾക്ക് പാർട്ടിയും ഡിന്നറും കിട്ടിയിട്ടുണ്ട്. പിറന്നാളിന്റെ സാമീപ്യത്തിൽ പണ്ടെല്ലാം ആഹ്ലാദം തോന്നിയിരുന്നു. ഇപ്പോഴാകട്ടെ ഒരു നേർത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. ജീവിതത്തിന്റെ വസന്തകാലം എന്ന് കവികൾ പറയുന്ന ഈ കാലഘട്ടത്തിന്റെ അവസാനം അടുത്തു തുടങ്ങി. നാളത്തെ പരിപാടികൾ ആലോചിച്ചു. കാലത്ത് 9 മണിവരെയുള്ള ഉറക്കത്തിന് മാറ്റമൊന്നുമില്ല. ഒഴിവു ദിവസങ്ങളിൽ അതാണ് എന്റെ പതിവ്. പിന്നെ ഒന്ന് കുളിക്കാം. അതാണല്ലോ എന്റെ ഭഗവതിയുടെ കൽപ്പന. പിന്നെ ആനന്ദഭവനിൽ നിന്ന് വരുത്തിയ പൂരി മസാലയും കാപ്പിയും. എന്നിട്ട് 1 രൂപ മേശപ്പുറത്തിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റിന് ഓർഡർ കൊടുക്കുമ്പോൾ രാജൻ ചോദിക്കും, എന്തെടോ വലിയ ഉഷാർ, പെൺ പിറന്നോള് പെറ്റോ? എന്നാൽ ഞാൻ വ്യസനിക്കുകയല്ലേ ചെയ്യാം. രഹസ്യമായിരിക്കണമെന്ന് മുഖവുരയോടുകൂടി പിന്നെ പിറന്നാൾ കാര്യം പറയും. ഊണിന് കുറുമ സ്പെഷ്യൽ വരുത്താം. പിറന്നാൾ ദിവസം മാംസം തിന്നുന്നുവെന്ന് അവൾ അറിയാൻ പാടില്ല. വൈകുന്നേരം ഒരു സിനിമയും തീർന്നു പരിപാടി. മാസത്തിന്റെ ആദ്യത്തിലായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ കൂടി ബജറ്റിൽ ഒതുക്കാമായിരുന്നു. രാജൻ ഇനിയും വന്നിട്ടില്ല. അയാൾ നിത്യവും ഓഫീസ് വിട്ടാൽ ക്ലബിൽ പോവും. പിങ് പോങ് കളിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരില്ലത്രേ. കൂജയിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ വരാന്തയിലെ ചാരുകസേരയിൽ വന്ന് കിടന്നു. അയൽക്കാരൻ സേട്ടുവിന്റെ 5 വയസ്സ് പ്രായമുള്ള മകൻ എതിർവശത്തുള്ള മുറ്റത്തിരുന്ന് തീവണ്ടി ഓടിക്കുന്നുണ്ട്. പലതും ഓർത്തുപോയി. ഒരു കൊച്ചു കുഞ്ഞായിരുന്ന കാലം, കഴിഞ്ഞുപോയ പിറന്നാളുകൾ. 20-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആ പിറന്നാളിന് ചുറ്റുമായി വേദനയൂറുന്ന ഓർമ്മകൾ നിരവധിയുണ്ട്. മാത്രമല്ല, മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലണമെന്ന ആഗ്രഹം ശക്തിമത്തായിട്ടുണ്ട്. ഏതു വിധത്തിലും കൊന്നേ തീരും. ശാസ്ത്രീയമായ വിധത്തിൽ കൊല്ലാൻ 6ഓ 7ഓ മാത്രം പ്രായം വരുന്ന എനിക്കാവില്ലല്ലോ. അവസാനം കൊലപാതകത്തിൽ ഒരു പുതിയ സാങ്കേതിക മാർഗമാണ് അവലംബിച്ചത്. എന്താണെന്നറിയോ? കുളിച്ച് പ്രാർത്ഥന തന്നെ. ആരാണിത് എനിക്ക് പഠിപ്പിച്ചു തന്നതെന്ന് അറിഞ്ഞുകൂടാ. കാര്യം ഇതാണ്, നാട്ടിലെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലലിൽ പ്രസിദ്ധി നേടിയ ചിലരുണ്ട്. അയ്യപ്പനും ഭഗവതിയും ഒന്നും ഇതിൽ പെടില്ല. അവരിൽ താഴെയുള്ള കൂട്ടരാണ്. അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശത്രുവിന്റെ കഥ കഴിയും. ഞാൻ പ്രാർത്ഥിച്ചു, കരളുരുകി പ്രാർത്ഥിച്ചു. എന്റെ ശത്രു എന്തുകൊണ്ടോ മരിച്ചില്ല. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചത് പിറന്നാൾ ദിവസമാണ്. ഇപ്പോ ഞാൻ ഓർത്തു പോകുന്നു, പിറന്നാൾ ഒരു പ്രധാന ദിവസമാണെന്ന്. ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ അത് മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണുള്ളൂ. ഞങ്ങളുടെ സ്കൂളിൽ കൊല്ലത്തിൽ ഒരു ദിവസം അവിലും ശർക്കര വെള്ളവും എല്ലാവർക്കും കിട്ടാറുണ്ട്. അന്ന് മാനേജറുടെ പിറന്നാളാണ്. മാനേജറുടെ വീട്ടിൽ ഉച്ചയ്ക്ക് അടപ്രഥമനും വലിയ പപ്പടവും ശർക്കരയും ഉപ്പേരിയുമുള്ള സദ്യയുണ്ട്. ഞങ്ങളുടെ മാസ്റ്റർക്ക് അന്ന് ഉച്ചയ്ക്ക് മാനേജറുടെ വീട്ടിലാണ് ഊണ്. ഞങ്ങളുടെ മാസ്റ്റർക്ക് അന്ന് ഉച്ചയ്ക്ക് മാനേജറുടെ വീട്ടിൽ ഊണ് കിട്ടുമ്പോൾ നമ്മുടെ മാസ്റ്റർ മാത്രം പോവില്ല. നമ്മുടെ മാസ്റ്റർ മാനേജറെക്കാളും മുന്തിയ ജാതിയാണത്രേ. അപ്പോ ചോറുണ്ണാൻ പാടില്ലല്ലോ. ഓണത്തേക്കാൾ വലുതാണോ പിറന്നാൾ എന്നുകൂടി തോന്നി. എന്റെ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാവും, പക്ഷെ പ്രഥമനുണ്ടാവില്ല. മാനേജർക്ക് വയസ്സായിരിക്കുന്നു, തല നരച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവന്റെയും തല നരച്ചിട്ടുണ്ട്. പക്ഷേ വല്യമ്മാവന് മുത്തശ്ശിയോളം വയസ്സില്ല.
മുത്തശ്ശിയുടെ മകനല്ലേ വല്യമ്മാവൻ. വല്യമ്മാവന്റെ പിറന്നാളും പൊടി പൊടിക്കും. അന്നുച്ചയ്ക്ക് ഒരുപാട് ആള് ഉണ്ണാൻ വരും. ഉമ്മറത്തും തെക്കിനിയിലും എല്ലാം വരിവരിയായി ഇലയിടും. വീട്ടിൽ സദ്യ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികൾ. ദാമോദരനെ കൂട്ടിയാൽ ഞങ്ങൾ 5 ആളുണ്ട്. ദാമോദരൻ വേനപ്പൂട്ടിന് മാത്രമേ വീട്ടിലുണ്ടാവൂ. അവന് ഞങ്ങളെക്കാളും ശക്തിയുണ്ട്. മഞ്ചിപ്പോത്തനെന്ന് ഞാനും അപ്പൂനെ അവനെ സ്വകാര്യമായിട്ട് വിളിക്കും. പുറത്തു പറയാൻ പാടില്ല. വല്യമ്മാവന്റെ മകനല്ലേ. ഗോട്ടി കളിക്കുമ്പോൾ അവൻ 2ാം കുഴിക്ക് അടിച്ചിട്ടാൽ നോക്കണ്ട, വിരൽ കുലുങ്ങും. ഞങ്ങളൊക്കെ പുന്നക്കായ കൊണ്ടാണ് ഗോട്ടി കളിക്കുക. ദാമോദരന് കല്ലുഗോട്ടിയാണ്. അതുകൊണ്ട് അടി കൊണ്ടാൽ വേദന 3 ദിവസം നിൽക്കും. വല്യമ്മാവന്റെ പിറന്നാൾ ദിവസം ഞങ്ങൾക്ക് ഊണ് കിട്ടുന്നത് ഉച്ച തിരിയുമ്പോഴാവും. ക്ഷണിച്ചു വരുത്തിയവരെല്ലാം കഴിക്കണം. ദാമോദരന് മാത്രം അമ്മാവന്റെ കൂടെ ഇരുന്ന് ഉണ്ണാം. സാധാരണ ദിവസങ്ങളിലും ദാമോദരന് വല്യമ്മാവന്റെ കൂടെയാണ് ഊണ്. വടക്കിനിയിൽ കൂറ്റൻ പലകയും നെടുനീളൻ നാക്കിലയും വെച്ചാൽ ഞങ്ങൾ ആ പരിസരം വിട്ടു പൊയ്ക്കോണം. പോയിട്ടില്ലെങ്കിൽ കേൾക്കാം, ഈ പൊട്ടിത്തെറിച്ച വക ഒരു കാര്യത്തിന് സമ്മതിക്കില്ല. എന്ത് മാമാങ്കം കാണാനാ ഇവിടെ നിൽക്കണത്? ഇത് വല്യമ്മാവന്റെ അമ്മായിയുടെ ചോദ്യാണ്. പൊട്ടിത്തെറിച്ച വക ഞങ്ങൾ 4 പേരാണ്. ഞാൻ, ഗോപി, അപ്പു, കുഞ്ഞിമാളു. ദാമോദരൻ പൊട്ടിത്തെറിച്ച വകയിൽ പെടില്ല. അവനെ അമ്മായി രാഗത്തിൽ വിളിക്കും, ദാമോദരാ. അമ്മയോ ചെറിയമ്മയോ പറയും, നിങ്ങൾ പോയിരുന്ന് കളിച്ചോളി, ആയെ വിളിക്കാം. അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ച വകയും പിശാചുക്കളുമല്ല. വെറുതെ ഞങ്ങളെ ശകാരിക്കാറില്ല. ഒന്ന് വിട്ടുപോയി. തോട്ടം മുടിയാൻ കാലത്ത് കുലച്ച മുച്ചീർപ്പൻ എന്ന് ബഹുമതി അമ്മായി ഞങ്ങൾക്ക് തന്നതാണ്. പലപ്പോഴും വിചാരിക്കും, അമ്മയ്ക്ക് അമ്മായിയെ പിടിച്ച് 4 കൊടുത്താൽ എന്താ? എന്തോ അമ്മയ്ക്ക് അമ്മായിയെ ഭയമാണ്. ചെറിയമ്മയ്ക്കും. വല്യമ്മാവന്റെ അമ്മായി ആയതുകൊണ്ടാവും. വല്യമ്മാവൻ ഉമ്മറത്തിരിക്കുമ്പോൾ ആ വഴി കുളിച്ചു പോവാൻ കൂടി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഭയമാണ്. പക്ഷേ അമ്മായി പത്തായപുരയിൽ ആവുമ്പോൾ അമ്മയും ചെറിയമ്മയും അവരെ പറ്റി കുശൂഷിക്കുന്നത് കേൾക്കാം. അമ്മായിയുടെ കഴുത്തില് ഏലസ് കോർത്തിട്ട സ്വർണ്ണ നൂല് 4 പവന്റെയാണത്രേ. കാപ്പുടച്ചു പണിയാൻ കൊടുത്തിരിക്കുന്നു. പുതിയ പറമ്പ് വാങ്ങാൻ പോകുന്നു. അമ്മയ്ക്ക് സ്വർണ്ണ നൂലും സ്വർണ്ണക്കാപ്പും ഇല്ല. ചെറിയമ്മയ്ക്ക് തോടയും രൂപം കൊത്തിയ വളയുണ്ട്. അപ്പുവിന്റെ അച്ഛന് അങ്ങാടി കച്ചവടം കൊണ്ട് ധാരാളം കാശ് കിട്ടുന്നുണ്ടത്രേ. എന്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് സ്വർണ്ണ നൂലില്ലാത്തത്. വല്യമ്മാവനും ദാമോദരനും ഉണ്ണുന്നത് ഞങ്ങൾ കുത്തഴിയിലൂടെ പാളി നോക്കും. കാച്ചിയ പപ്പടവും അരച്ചു കളിക്കിയ കൊണ്ടാട്ടവും ഇലയിൽ കാണാം. പയറ്റ് കൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടാണ്. ദാമോദരൻ കൊണ്ടാട്ടം കറുമുറ കടിക്കുമ്പോ എന്റെ വായിൽ വെള്ളം നിറയും. പാളി നോക്കുന്നത് അമ്മായി നോക്കാൻ പാടില്ല. ഞങ്ങൾ 4 പേരും ഉറിഞ്ഞോൺ മാവിന്റെ ചോട്ടിൽ നിന്ന് നടക്കും. വല്യമ്മാവനേക്കാളും ഞങ്ങളുടെ സ്നേഹം ബഹുമാനവും ആർജിച്ചിരുന്നത് ഉറിഞ്ഞോൺ മാവാണ്. ആ കൂറ്റൻ മാവിന്റെ ചുവട്ടിലെ പുല്ലാനി പടർപ്പുകൾ ഞങ്ങൾ വെട്ടി നീക്കി, ചവറെല്ലാം അടിച്ചു വൃത്തിയാക്കി. ഒഴിവ് കാലത്ത് പകൽ മുഴുവൻ അതിന്റെ ചോട്ടിൽ പോയിരിക്കും. ഉറിഞ്ഞോൺ മാവിന് ആ പേര് വരാൻ കാരണം മാങ്ങയുടെ ചെറുപ്പാണ്. ഒരു ചെറുനാരങ്ങയോളമേ വലിപ്പമുള്ളൂ. എങ്കിലും എന്തൊരു സ്വാദാ. ചുറ്റുപാടും ഉച്ചവെയിൽ കത്തിയെരിയുണ്ടാവും. ഞങ്ങൾ 4 പേരുണ്ടാവുമ്പോ യാതൊരു വഴക്കുമില്ല. വടക്കേതിലെ കുട്ടികൾ വന്നാൽ വഴക്ക് തന്നെ. അവരുടെ ആക്രമണത്തെ ഞങ്ങൾ സംഘടിതമായി ചെറുത്തു നിൽക്കും. അങ്ങാടിക്കൊട്ടൻ കയറുന്നതും കാറ്റു വരുന്നതും കാത്തിരിക്കുമ്പോൾ മനസ്സ് വീട്ടിലെ വടക്കിനിയിലാവും. ആവി പറക്കുന്ന ചോറ്, കൊണ്ടാട്ടം, നടുമുറിച്ച് കാച്ചിയ പപ്പടം. നമുക്കും വല്യമ്മാവന്റെ മകനാവാർന്നു. അപ്പുവിന്റെ അഭിപ്രായം എല്ലാരും അംഗീകരിച്ചതാണ്. ദാമോദരന്റെ നീട്ടി വലിച്ച തേട്ടിക്കൊണ്ട് വയറും തിരുമ്മി ഞങ്ങളുടെ അടുത്ത് വരുമ്പോ കൂട്ടാന്റെ സുഖകരമായ മണം മൂക്കിക്കയറും. അത് കായത്തിന്റെ മണമാണോ? കൊണ്ടാട്ടത്തിന്റെ സ്വാദിനെ പറ്റി ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ ചോദിക്കില്ല. ചിലപ്പോ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം തിന്നാതെ സൂക്ഷിച്ചിരിക്കും. ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തിന്നാനാണ് അവന് രസം. ഒരു കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പവും ഗോപിയും കുഞ്ഞിമാളും ഉള്ളപ്പോ ചോദിക്കാൻ ഒരു മടി. ഒരിക്കൽ ഞാൻ പതുക്കെ ചോദിച്ചു, ഒന്നെനിക്ക്. അവൻ തൊള്ള കുളിച്ച് ഗോഷ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു, അത്ര പൂതിയുണ്ടോ? എന്റെ അഭിമാനം കീറി മുറിഞ്ഞു.
മാങ്ങ കിട്ടിയാൽ അവനെ കൊതി പിടിപ്പിച്ചുകൊണ്ട് തിന്നാണ്. ഒരു കഷ്ണവും കൊടുക്കാതെ തിന്നാണ്. ഞാൻ അതിന് പകരം വീട്ടിയിരുന്നത്. ദാമോദരൻ കൊതിയനാണ്. പക്ഷേ അമ്മായിയുടെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കൊതിയൻ. അവരുടെ ദാമോദരൻ വയറിളക്കം പിടിച്ചത് എന്റെ കൊതി കൊണ്ടാണത്രേ. കുറെ നേരം കാത്തിരിക്കുമ്പോൾ അമ്മയുടെ വിളി കേൾക്കാം. കുഞ്ഞികൃഷ്ണ, ഇങ്ങോട്ട് വന്നോളി. ഞങ്ങള് നടപ്പുരയിൽ വിളമ്പി വെച്ചിട്ടുണ്ടാവും. ചോറല്ല, വരി വരിയായി ഓട്ടുകിണ്ണങ്ങളിൽ കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും ഇരിപ്പുണ്ടാവും. എനിക്കത് കാണുമ്പോ ഒരമർഷാണ് തോന്നുക. ആരോടെന്നറിയില്ല, ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് ഞാൻ അത് അകത്താക്കും. അപ്പുവിനൊരു സൂത്രമുണ്ട്. അവൻ കിണ്ണം ചുണ്ടോടടുപ്പിച്ച് ഒരൊറ്റ വലി വലിക്കും. താഴെ വെക്കുമ്പോ കായലിൽ ഒരു തുരുത്തു പോലെ വറ്റു പൊങ്ങി കിടക്കും. കഞ്ഞിയുടെ സമയത്ത് വെറുതെ ഞാൻ അമ്മയുമായി വഴക്കുകൂടും. അമ്മ നിസ്സഹായയാണെന്ന് എനിക്കറിയാം. എന്നാലും കഞ്ഞി കുടിക്കാൻ വയ്യ. അതിലൊരു താഴ്ചയുണ്ട്. ചെറുമൻ ചാത്തന്റെ ചാളയിലും മുറ്റമടിക്കുന്ന മാണിയുടെ പുരയിലും കഞ്ഞിയാണ്. അവർക്ക് നെല്ലില്ലാത്തത് കൊണ്ടാണ്. എന്റെ വീട്ടിൽ പത്തായങ്ങളിൽ നിറയെ നെല്ലുണ്ട്. അമ്മാവനും ദാമോദരൻ ചോറ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം എന്തിന് കഞ്ഞി തരുന്നു? വല്യമ്മാവന് ഞങ്ങളോട് ഇത്ര പകയുണ്ടാവാൻ കാരണം എന്ത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ദാമോദരന് കൊടുക്കുന്നത് പോലെ കവറിട്ട പന്തും പാവും മുണ്ടും തരണ്ട. ചീത്ത പറയാതിരുന്നൂടെ? എപ്പോഴും ഞങ്ങളെ ചീത്ത പറയും. എന്തടാ ചീത്തന്മാര് കിടന്ന് വട്ടിയിരുന്ന് എന്നാണ് ചോദ്യം. ഞങ്ങൾ വായിൽ തീക്കട്ടയും ഇട്ട് പാതിരയ്ക്ക് നടക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ചെകുത്താന്മാരാവുന്നത്? അകത്ത് നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പിന്നെ അലർച്ചയാണ്. മിണ്ടാതിരുന്നോളി. ചവിട്ടിയിട്ട് ഞങ്ങൾ വിറച്ചു പോവും. വീട്ടിലുള്ളവരോട് മുഴുവൻ അമ്മാവന് വെറുപ്പാണ്. ഈ തറവാട് പൊളിക്കാൻ 2 കരിമ്പ്രങ്ങളുണ്ട്. കരിമ്പ്രം എന്നാൽ എന്തെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കുറെ പ്രാവശ്യം കേട്ടപ്പോ അമ്മയ്ക്ക് ചെറിയമ്മയ്ക്കും കൊടുത്ത പേരാണെന്ന് മനസ്സിലായി. മുത്തശ്ശിയെ കൂടി വലിയമ്മാവന് പേടിയില്ല. എന്റെ അമ്മ എന്നെ അടിക്കാറുണ്ട്. അതുപോലെ മുത്തശ്ശിക്ക് അമ്മാവനെ തച്ചാൽ എന്താ? ഒരിക്കൽ ഗോപിയെ നടിമുറ്റത്ത് തൂണിൽ പിടിച്ചു കെട്ടി ഒരു പുളിവാറിൽ മുറിയുന്നത് വരെ അമ്മാവൻ അടിച്ചു. അത് കണ്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, എടാ നീ ഇങ്ങനെ നീശനാവരുത്. ബാലശാപം കാല് പിടിച്ചാ പോവില്ല. അത് കേട്ടപ്പോൾ വല്യമ്മാവൻ പറയുന്നത്, തള്ളേ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനിരുന്നോളി, മൂച്ചിക്ക് ചിരിക്കാറായിട്ടും. മുത്തശ്ശി പിന്നെ മിണ്ടിയില്ല. വലിയവരുടെ പിറന്നാളിന് മാത്രം സദ്യയുള്ളൂ എന്നായിരുന്നു എന്റെ ധാരണ. സ്കൂൾ മാനേജറും വല്യമ്മാവനും വയസ്സായവരല്ലേ. വയസ്സായാൽ എന്റെ പിറന്നാളും കേമമായി നടത്തണം. നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിക്കണം. എന്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ്. രാവിലെ കുളിക്കണമെന്നത് ഒരു പ്രത്യേകത. അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ്. വലിയവരുടെ മാത്രമല്ല, കുട്ടികളുടെ പിറന്നാളിനും സദ്യ ഉണ്ടാവുമെന്ന് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ മണിയാണ്. മണിയുടെ പിറന്നാളിന് സദ്യ ഉണ്ടത്രേ. അവന്റെ മാത്രമല്ല, അവന്റെ അനുജത്തിയുടെയും. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. അവൻ നുണയേ പറയാറുള്ളൂ. അവന്റെ വീട്ടിലെ പാമ്പിൻ കാവിൽ 3 ചെപ്പുകുടം നിറച്ച് പൊന്നു കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വീരനല്ലേ. പക്ഷെ പിറന്നാളിന്റെ കാര്യം മണി പറഞ്ഞത് വാസ്തവമായിരുന്നു. എന്റെ വീട്ടിൽ വെച്ച് ദാമോദരന്റെ പിറന്നാൾ ആദ്യമായി ആഘോഷിച്ചു. സാധാരണ പിറന്നാളിന് ദാമോദരൻ അവന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. എന്റെ വീട്ടിൽ വെച്ച് ദാമോദരന്റെ പിറന്നാൾ ആദ്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അക്കൊല്ലം ആദ്യമായിട്ടാണ് എന്റെ വീട്ടിലുണ്ടാവുന്നത്. തലേ ദിവസം ഉറിഞ്ഞോൺ മാവിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ദാമോദരൻ പറഞ്ഞു, നാളെ എന്റെ പിറന്നാളാണല്ലോ, അതിന് ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. നാളെ പായസം വെക്കൂലോ. ഫു, ഞങ്ങൾക്ക് ചിരിക്കാൻ തോന്നി. അവന്റെ കുളൂസ് കേട്ടില്ലേ. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പരക്കുക തന്നെ ചെയ്തു. ദാമോദരന്റെ പിറന്നാളിന് സദ്യ ഉണ്ടായിരിക്കുന്നു. അപ്പൊ കുട്ടികളുടെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കാം. അമ്മ ഇത്ര നാളെ ഇത് അറിഞ്ഞു കാണില്ലേ. എന്റെ പിറന്നാൾ വരട്ടെ. അടുത്ത കർക്കിടകം വരുന്നതും കാത്തിരുന്നു. മുത്തശ്ശിക്ക് നാട്ടിലുള്ളവരുടെ മുഴുവൻ പിറന്നാളും ശ്രാദ്ധവും അറിയാം. ഞാൻ മനസ്സിൽ പിറുവിറുത്തു. മുത്തശ്ശി കണ്ടുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിവേദനം സമർപ്പിച്ചു. എന്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കണം. നിനക്ക് പ്രാന്താടാ. അമ്മ ഇത്ര നിസ്സാരമാക്കുന്ന ഞാൻ കരുതിയില്ല. എനിക്ക് കരച്ചിൽ വന്നു. ദാമോദരന്റെ പിറന്നാളിന് ആന പിണ്ടിടത് കണ്ടിട്ട് മുയൽ മുക്കിയാലോ? ദാമോദരനെ വല്യമ്മാമ്മയുടെ മോനാ. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല.
അമ്മയ്ക്ക് എന്റെ വേദന കുറച്ച് മനസ്സിലാവുന്നുണ്ട്. അതിന് അമ്മ എന്താ ചെയ്യാ? അമ്മാമ്മയല്ലേ നെല്ലളന്നു തരാൻ. അത് ശരിയാ, അമ്മാവനാണ് വീട്ടു ചെലവിന് നെല്ലളന്നു കൊടുക്കുന്നത്. പത്തായങ്ങളുടെ എല്ലാ താക്കോലും അമ്മാവന്റെ കയ്യിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ പത്തായപ്പുരയുടെ താഴത്തുള്ള വലിയ പെട്ടി പത്തായം തുറക്കും. എന്നിട്ട് 4 പുരയിലേക്ക് ഒരു വിളി. ആരാ അകത്തുള്ളത്? അമ്മ ഉടനെ പുറത്തു വന്നില്ലെങ്കിൽ അമ്മാവന്റെ ശബ്ദം കുറച്ചുകൂടി വരും. ഈ നശൂലങ്ങൾ ഒന്നും ഇല്ലേ ഇവിടെ? അപ്പോഴേക്കും അമ്മ കൊട്ടയും എടുത്തു വന്നിട്ടുണ്ടാവും. അമ്മാവൻ 3 വടിപ്പൻ നെല്ലളന്നു കൊടുക്കും. ഒരാഴ്ചത്തെ ചെലവിനാണത്. അത് മതിയാകുന്നില്ലെങ്കിൽ മുത്തശ്ശി ശുപാർശ ചെയ്തപ്പോൾ അമ്മാവൻ അലറി, ഇവിടെ 12,000 അല്ലേ വിളയണത്, ആരാന്റെ 5-ന് 2 കുത്താണ്ടേ കഴിയാൻ പ്രാർത്ഥിച്ചോളി. അപ്പൊ എന്റെ പിറന്നാളിന് സദ്യ വേണമെങ്കിൽ അമ്മാവൻ കൂടുതൽ നെല്ലളന്ന് തരണം. അമ്മാവൻ തന്നാൽ എന്താ? പത്തായത്ത് ധാരാളം കിടപ്പുള്ളതല്ലേ, ചോദിക്കാൻ എനിക്കും വയ്യ. തച്ചാലോ എന്നാണ് ഭയം. അമ്മ ചോദിച്ചാൽ നന്നായിരുന്നു. സന്ധ്യക്ക് കുളിച്ചു പോരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ചോദിച്ചു നോക്കോ. എന്തടാ? ഞാൻ മിണ്ടിയില്ല. എന്ത് ചോദിക്കണം? അമ്മാമ്മോടെ, നിനക്ക് പ്രാന്ത. എന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറഞ്ഞാലും എനിക്ക് പ്രാന്താണ്. അമ്മ എന്റെ മുഖത്ത് നോക്കി. അപ്പൊ കണ്ണുകൾ കവിഞ്ഞൊഴുകി. എടാ, അതിന് മണ്ടേല് വരെ നന്നാവണം. അമ്മ ഈറൻ തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു. അവനെയാണ് പുളിവാറൽ കൊണ്ട് 4 ചാർത്തേണ്ടത്. എന്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായ വരകൾ വരച്ചവനെ. 2 രാത്രിയും 1 പകലും കടന്നുപോയി. മനസ്സ് നിറച്ചും വേദനയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ? ഞാൻ അങ്ങനെ മോശക്കാരനായി. ബുധനാഴ്ചയും പുലർന്നു. എന്റെ പിറന്നാളാണ്. എനിക്കൊരു ഉത്സാഹം തോന്നിയില്ല. എന്റെ പിറന്നാളാണെന്ന കഥ ദാമോദരൻ അറിയരുതേ. അന്ന് നെല്ലളന്ന് കൊടുക്കുന്ന ദിവസാണ്. രാവിലെ പെട്ടിപ്പത്തായം തുറന്നു. അമ്മാവൻ അകത്തേക്ക് വിളിച്ചു. ആരാ അവിടെ? അമ്മ കൊട്ടയും എടുത്ത് പത്തായപ്പുരയിലേക്ക് നടന്നു. ഉമ്മറത്തെ പടിഞ്ഞാറേ അറ്റത്ത് ചിതൽ പിടിച്ചു നിൽക്കുന്ന തൂണും ചാരി ഞാനിരിക്കുകയാണ്. കിളിവാതിലിലൂടെ നോക്കുമ്പോ അമ്മാവൻ നെല്ലളന്നു കൊടുക്കുന്നത് കാണാം. 3 വടിപ്പൻ അളന്ന ശേഷം അമ്മാവൻ പത്തായം അടക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു, ഇന്ന് കുഞ്ഞികൃഷ്ണന്റെ പിറന്നാളാ. എന്റെ ഹൃദയം തുടിച്ചു. ഞാൻ വിചാരിച്ചതുപോലെയല്ല. എന്റെ അമ്മ എത്ര നല്ല അമ്മയാണ്. അതിന് മനേക്കാവിലെ അരക്കൂട്ട് പായസം നേർന്നിട്ടുണ്ട്. 4 ഇടങ്ങഴിയും കൂടി. ഇടിവെട്ടുന്ന സ്വരത്തിൽ അമ്മാവൻ പറഞ്ഞു, ആരാ പറഞ്ഞത് നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നോര് കഴിച്ചോളൂ. ഓന് ദണ്ണം പിടിച്ചപ്പോ നേർന്നതാ. ഓന്റെ തന്തോട് പറ. കാശിന് അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടോ? എന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലല്ലോ. എന്നേടി ഇവിടെ പെണ്ണുങ്ങൾ കാര്യം പറയാൻ തുടങ്ങിയത്? ഓപ്പോടല്ലാതെ പിന്നെ ആരോടാ പറയാ? ഓപ്പടെ കുട്ടിയാച്ചാൽ ഒരുമ്പെട്ടോളെ. നിന്നെ ഞാൻ ഒരടി പൊട്ടുന്ന ശബ്ദം. കിളിവാതിലിലൂടെ നോക്കുമ്പോ അമ്മ പത്തായത്തിന്റെ മുകളിലൂടെ കമിഴ്ന്നു വീഴുന്നു. എന്റെ അമ്മേ, ഞാൻ അറിയാതെ വിളിച്ചുപോയി. അകത്തുള്ളവരെല്ലാം ഉമ്മറവാതിൽക്കൽ വന്നു. പത്തായപ്പുരയിലേക്കൊന്ന് നോക്കി. മുത്തശ്ശി മാത്രം 2 വട്ടം ഉച്ചത്തിൽ ജപിച്ചു, നാരായണ നാരായണ. കുറച്ചു കഴിഞ്ഞപ്പോ നെല്ലുകൊട്ടയെടുത്ത അമ്മ പത്തായപ്പുരയുടെ താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പോ കവൾത്തടത്തിലൂടെ കണ്ണീർ ഒഴുകിയിരുന്നു. ഇടത്തെ പുരികത്തിന് മുകളിൽ ചോരയും. ആ പിറന്നാൾ ദിവസം ഞാൻ കുളിച്ചില്ല. അമ്മ എന്നെ നിർബന്ധിച്ചതുമില്ല. അതിൽ പിന്നെ 20 പിറന്നാൾ കടന്നുപോയി. ഇന്ന് അമ്മയും അമ്മാവനും മുത്തശ്ശിയും ഇല്ല. ഇരുട്ട് നുഴഞ്ഞു കയറുന്നു. അന്തരീക്ഷത്തിലേക്ക് കണ്ണോടിച്ചപ്പോ കൊണ്ടിരിക്കുമ്പോ ഞാൻ ഓർത്തു പോകുന്നു, നാളെ എന്റെ പിറന്നാളാണ്. ഇങ്ങനെ കുറെ പിറന്നാളുകൾ നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? കുറെ സങ്കടങ്ങളും സന്തോഷങ്ങളും നമുക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു കഥ ചിലപ്പോ നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് അല്ലെങ്കിൽ ബാല്യകാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ആ പിറന്നാൾ ദിനത്തിലൂടെ നമ്മളും ഹസീനയോടൊപ്പം കുഞ്ഞികൃഷ്ണന്റെയും അമ്മയുടെയും എല്ലാം അവരുടെ സങ്കടങ്ങളും അതിലൂടെ യാത്ര ചെയ്യായിരുന്നു. ഈ കഥ എപ്പോഴും വായിച്ചാലും കരയാറുണ്ട്. ഇപ്പോഴും പതിവ് പോലെ കണ്ണുനീരൊഴുകി ഇറങ്ങാൻ 2 കവിൾത്തടങ്ങൾ വേണമെന്ന് പറയുന്നത് അന്വർത്ഥമാകുന്നത് പോലെയാണ് കഥയിലെ ഓരോ സന്ദർഭവും. മലയാളത്തിന്റെ മഹാരഥൻ, വായിച്ച് മതിവരാത്ത 1000 രചനകൾ മലയാളികൾക്ക് സമ്മാനിച്ച കാലാതീതനായ MD. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തോട് വളരെയധികം സാദൃശ്യമുള്ളതാണ് ഈ കഥ എന്ന് അദ്ദേഹം പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഹസീനയുടെ ഈ ഒരു കഥ തെരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി.
ഇന്ന് എന്റെ പിറന്നാളാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടാൻ തുടങ്ങിയതാ. പക്ഷെ കഥയാണെന്നുള്ള ശേഷമാണ് മനസ്സിലായത്. വളരെയധികം ശരിയാണ്. സൗകര്യത്തോടു പക്ഷെ കൂടി. ഒരു നിമിഷം ആ. ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയാൻ തുടങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു. ഞാനും ഓർത്ത് സിനിയുടെ പിറന്നാളോ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, നല്ല ദിവസമാണല്ലോ എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് സിനി എന്നോട് പറഞ്ഞിരുന്നില്ല ഈ കഥയാണെന്ന്. അപ്പൊ അത് സർപ്രൈസ് ആയിരുന്നു. എന്തായാലും വളരെയധികം സ്വാഭാവികതയോടുകൂടി ഈ ഒരു കഥ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് സിനിക്ക് വളരെയധികം നന്ദി പറയുന്നു. അഭിനന്ദനങ്ങൾ. നമുക്ക് ഇതിലേക്ക് പോകാല്ലേ. വാക്കുകളില്ല, ഒന്നും പറഞ്ഞാലും മതിയാവില്ല. ഇന്ത്യയെ കുറിച്ച് നമുക്ക് അത് വാക്കുകളില്ല ശരിക്കും നമുക്ക് പറയാനല്ലേ. വിവരിക്കാൻ പറ്റില്ല കാരണം ഓരോ കാരണം രചനകളെയും. ഇന്നത്തെ തലമുറക്ക് പിറന്നാൾ എന്ന് പറയുമ്പോൾ കേക്കും ആഘോഷങ്ങളും ഒക്കെയാണ്. പക്ഷെ പഴയൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മളിലൂടെയൊക്കെ കടന്നുപോയ ഒരു തലമുറയ്ക്ക് പിറന്നാൾ എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളില്ല, ആരവങ്ങളില്ല, കേക്കില്ല, സദ്യയില്ല, ഒന്നുമില്ല. ചിലപ്പോ കണ്ണീര് മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. കുഞ്ഞികൃഷ്ണന്റെ ആ ഓർമ്മ, അമ്മയ്ക്ക് കിട്ടിയ അടി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും മായാത്ത ഒരു മുറിവായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ എന്നും എത്ര വളർന്നാലും ആ അടിയുടെ ആ ഓർമ്മ, അമ്മയുടെ നെറ്റിത്തടത്തില് വന്നിട്ടുള്ള ആ ഒരു മുറിവ്, അവിടുന്ന് ചോര പൊടിയുന്ന ആ കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. അത് നമ്മൾ ഓരോരുത്തരും ആ ഒരു ജീവിതത്തിലൂടെ കടന്നു പോന്നിട്ടുണ്ട്, അവരനുഭവങ്ങളിലൂടെ. പക്ഷെ ആ ഒരു ഓർമ്മകളിലേക്കാണ് സിന ഈ കഥയിലൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. കാലാതീതനായ MDയുടെ മുമ്പില് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു. നമിച്ചുകൊണ്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമില് എല്ലാവരെയും ക്ഷണിക്കാം. ഹസീനയുടെ കഥാവതരണത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഹസീനയ്ക്ക് തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ആരാദ്യം? ജോഷി സാർ. ജോഷി സാർ ആലപ്പുഴയിലാണ് ജോഷി സാറിന്റെ വീട്. ഞാൻ ഹസീനയോട് പറയാറുണ്ട് ജോഷി സാറിന്റെ കാര്യം. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. താങ്ക് യു സാർ. അറിയാം. താങ്ക് യു സാർ. ആദ്യം തന്നെ ഹസീന മേഡത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിനും അനശ്വരനായ കഥാകാരൻ MDയുടെ കഥ അവതരിപ്പിച്ചതിനും പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കട്ടെ. ഈ കഥ ഒരുപക്ഷെ ചിലരെങ്കിലും ഒരു മനസ്സിൽ ഒരു നൊമ്പരം സൃഷ്ടിക്കുന്ന ഒരു കഥയാകാം. ചിലർക്ക് വളരെ ആസ്വാദികരമായി ആസ്വദിച്ച് കേൾക്കാനായിട്ട് സാധിക്കും. രണ്ടായാലും ഈ കഥയിൽ ലയിച്ചിരുന്ന് നമ്മൾ കേൾക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഈ കഥയിലെ കുറെ കൂടെ പഴയ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ആ പയ്യൻ ചെറുപ്പക്കാരനാണ്, വളരെ പയ്യനാണ്. പഴയ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ പലരെ ഒന്നിച്ച് താമസിക്കുമ്പോഴുണ്ടാകാവുന്ന ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കുട്ടികളെ തമ്മിൽ തരംതിരിക്കുന്ന ഒരേർപ്പാട്, വളരെ മനഃശാസ്ത്രപരമായ ഏതാനും ചില ചിന്തകൾ ഇതിൻ്റെ അകത്തുണ്ട്. കുട്ടികളെ തരംതിരിച്ച് കാണുക, മാത്രമല്ല പൊട്ടിത്തെറിക്കാരെന്നും അല്ലെങ്കിൽ ചെകുത്താന്മാരെന്നും ഒക്കെ വിളിക്കുമ്പോൾ എന്നാ വേറെ ചിലരെയൊട്ട് വിളിക്കുന്നുമില്ല. പല കാര്യത്തിലും അവർക്ക് വളരെ പരിഗണന നൽകും. ഇതൊക്കെ ബാലമനസ്സുകളിൽ വലിയ നൊമ്പരം ഉണ്ടാക്കുന്നതാണ് എന്ന് ഇന്ന് മനഃശാസ്ത്ര ക്ലാസ്സുകളിൽ ആളുകൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇത് നമുക്ക് ഒരു കഥയുടെ രൂപത്തിൽ വളരെ സുന്ദരമായി നമുക്ക് അവതരിപ്പിച്ചു തരികയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ബാല്യത്തിൽ നൊമ്പരമേറ്റവർ ഏറെ ഉണ്ടാകാം. എന്നാൽ ഇന്നത്ര ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലുണ്ടാകാൻ സാധ്യതയില്ല. ഇന്ന് കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ വലിയ ആഘോഷമായി നടത്തുകയാണ്. എന്നാൽ മുൻകാലങ്ങളിൽ ഇതൊന്നും സാധാരണ വീടുകളിൽ അത്ര പതിവുള്ള ഒരു ഏർപ്പാടൊന്നും അല്ലായിരുന്നു. എന്നാൽ ഇന്ന് അവിടെയും ഉണ്ട്. വളരെ ചുരുക്കം കാലമൊക്കെ ആയുള്ളൂ
ഇതിന്റെ ആ പെരുത്ത ആഘോഷങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ട്. അതെന്തു തന്നെ ആയാലും ബാലമനസ്സുകളിൽ കോറിയിടുന്ന നൊമ്പരങ്ങൾ വലുതാകുമ്പോഴും പല വിധത്തിലത് പ്രതിഫലിക്കാൻ, ചിലപ്പോൾ വളരെ നെഗറ്റീവായി പ്രതികരിക്കാൻ ഒക്കെ സാധ്യതയുണ്ട്. മുറിവേറ്റ് രക്ഷപ്പെടുന്ന മൃഗമാണ് ഏറ്റവും ക്രൂരമായി പെരുമാറുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് നമുക്ക് ഒരു വെളിച്ചം തൂകുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ അമ്മാവൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുടുംബത്തിൽ വലിയ, അതായത് അളന്നു കൊടുക്കുന്ന നെല്ല് വാങ്ങിക്കൊണ്ട് പോകാനും കൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുമൊക്കെ അന്ന് സാധിക്കും. ഇന്നൊരു പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഒന്നും അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും ആരെങ്കിലും അങ്ങനെ പിന്നെ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും. എന്നാൽ ഇന്നും ചിലപ്പോൾ അപൂർവമായിട്ട് ഉണ്ട് താനും. ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല, തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കൊള്ളാം. അതും വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നും ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പയ്യന്റെ അപ്പനെ അമ്മാവൻ വളരെ മോശമായി ആക്ഷേപിക്കുകയാണ്. നിന്റെ അപ്പനെ കൊണ്ട് എന്തിനു കൊള്ളാം? ഒരു ചോദ്യം, അവനെ കൊണ്ട് എന്ത് ഗുണം ഇവിടെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ആ മനസ്സിനും ഈ മനസ്സിനും ഒന്നുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എൻ്റെ അപ്പനത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അയാളുടെ കേൾക്കയും ഈ അമ്മാവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അതിലെല്ലാം ഒരു മനഃശാസ്ത്ര എലമെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് ഇത് വല്ലാതെ ഫീൽ ചെയ്തു തന്നെ ഞാൻ അതിനെ കണ്ടു. എനിക്ക് സമാനമായ അത്ര അനുഭവങ്ങൾ അത്രയധികം ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ചിലരിൽ നിന്ന് ചില സംഗതികളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ഓർക്കാം. അത്തരം ചില ആളുകളെ ഞാൻ വളരെ, ഇപ്പോഴും അതോ അവരൊക്കെ മരിച്ചുപോയി ചിലരെങ്കിലും, ഞാൻ അവരോടൊന്നും പക പുലർത്താൻ വിചാരിക്കുന്നില്ലെങ്കിൽ കൂടെയും അറിയാതെ ചിലപ്പോഴൊക്കെ അത് ഓർമ്മയിൽ വരാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് നമുക്കെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറാം. നമ്മൾ വിചാരിക്കും പിള്ളേരല്ലേ, അവർക്കൊന്നും ഒരു കുന്തവും അറിയില്ല, മനസ്സിലാകില്ല, അതുകൊണ്ട് പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരു മനസ്സിലൊരിക്കൽ കൂടി നമുക്ക് തോന്നാം. കുട്ടിയാണെങ്കിലും കുട്ടി ഒരു വ്യക്തിയാണ്. അവനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പണ്ടൊക്കെ സ്കൂളുകളിലും ഒക്കെ ഉണ്ടായിരുന്നു ചില ടീച്ചർമാർക്ക് ചില പിള്ളേരോട് വല്ലാത്ത സ്നേഹം, ചില പിള്ളേരെ അങ്ങനെ അങ്ങ് ഒഴിവാക്കി. എനിക്ക് അത്ര അതില്ല കേട്ടോ, ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. വലിയ വീട്ടിലെ പിള്ളേരെ അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന പിള്ളേരെ, ശരിക്കും പറഞ്ഞാൽ പഠിക്കാത്ത പിള്ളേരെ അല്ലേ സ്നേഹിക്കേണ്ടത്. മറ്റവനെ എങ്ങനെയും രക്ഷപ്പെട്ടോളും. അതുപോലെ തന്നെ പൈസ ഇല്ലാത്തവനോടല്ലേ കൂടുതൽ കരുണ കാണിക്കേണ്ടത്. കാരണം അല്ലാത്തവൻ രക്ഷപ്പെട്ടോളും. ഇവനെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇത് വീട്ടിലും സംഭവിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ചില ആളുകൾ പിള്ളേരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ മൂത്തവനൊരു കൊച്ചാണ്ടനാ അല്ലെങ്കിൽ ഇളയവനൊരു കൊച്ചാണ്ടന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരുടെ അറിയില്ലായ്മ കൊണ്ടൊക്കെ പറയുന്നതാണ്. ഞങ്ങളുടെ പള്ളിയിലിരുന്ന ഒരു അച്ഛൻ, അതിനകത്തൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോളാം കേട്ടോ. ഞങ്ങളുടെ പള്ളിയിലിരുന്ന ഒരു അച്ഛൻ ഒരിക്കൽ ഇതിന് സമാനമായ ഒരു വിഷയത്തെ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവിടെ 2 പിള്ളേരെ കണ്ടു. അപ്പോ അച്ഛൻ പറഞ്ഞത്, ഇവനെ അച്ഛനാകാൻ വിടാൻ പാടില്ല, ഇവനെ ഞാൻ സെമിനാരി വിടാം ഞാൻ പറയുന്നത്. അപ്പൊ അമ്മ സ്പോണ്ടേനിയസ് ആയിട്ട് 2 പിള്ളേരും ഇടപെട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാണ്, അച്ഛൻ അവനെ വേണ്ടത് ഇവനെ കൊണ്ടുപോയിക്കോളാൻ പറയും. അതെന്താ? ഇവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, പിന്നെ ഇവനെ അവിടെങ്കിലും പോട്ടെ
എന്നും പറഞ്ഞ് അപ്പൊ അച്ഛൻ പറഞ്ഞ് ഈ കൊള്ളിയല്ലാത്തവനെയും തിരികടയൊന്നും അല്ല സെമിനാരിയിൽ എടുക്കുന്നത് കണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഈ കഥ പറഞ്ഞ ഞാനിത് പറഞ്ഞപ്പോ അത് ആനുഷംഗികമായി അങ്ങ് ഓർത്തു പോയതാണ്. ഓക്കെ, എല്ലാവരോടും കുറെ എല്ലാപ്പോഴും ഒന്നും പറ്റില്ലെങ്കിൽ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അസിനമാവിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഹസീന മാമിന്റെ അവതരണം ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി നന്നായിരുന്നു, ഭയങ്കര നന്നായിരുന്നു. അപ്പം ഈ കഥ MTയുടെ ഓർമ്മകൾ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു തറവാട്, അതുപോലെ ഒരു പേരുള്ള തറവാടാണല്ലോ അദ്ദേഹത്തിൻ്റെ. ആ പിറന്നാൾ ദിവസം ഞാൻ കുളിച്ചില്ല, എന്നെ അമ്മ നിർബന്ധിച്ചതുമില്ല. അതിൽ പിന്നെ 20 പിറന്നാളുകൾ കടന്നുപോയി. ഇന്ന് അമ്മയും അമ്മാവനും മുത്തശ്ശിയുമില്ല. നാളെ എൻ്റെ പിറന്നാളാണ് എന്ന് ഈ കഥയിൽ എഴുതുമ്പോൾ ഞാൻ ഓർക്കുന്നത്, നവതി ആഘോഷത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണല്ലോ. അന്ന് അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു പിറന്നാളും ആഘോഷിച്ചിട്ടില്ല. ആകാം അതിൻ്റെ പിന്നിലുള്ളത്. ശരിക്കും ഇങ്ങനെ ഓരോ ചെറിയതല്ല, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു അനുഭവമാണ്. പിന്നെ മനസ്സിൽ എല്ലാ ദിവസവും കിട്ടുന്ന ഈ തിരിച്ചു വ്യത്യാസം, അതിന് പാർഷ്യാലിറ്റി. ഇപ്പൊ ജോഷി സാറ് പറഞ്ഞതിനോട് ഞാൻ ആലോചിച്ചപ്പം, ഞാനതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. പണ്ട് കാലത്ത് രക്ഷിതാക്കൾ വീട്ടിൽ കുട്ടികളെയൊക്കെ ഇരട്ടപ്പേരിട്ട് വിളിക്കുമായിരുന്നു. അവള് പിന്നെ മിടുക്കിയാണ്, അവള് കുട്ടിയാണ്, അങ്ങനെ ഒരു ഇരട്ടപ്പേരിടുക. അത് അറിയാൻ മേലാഞ്ഞിട്ട് അവർക്ക്. ഈ ഇരട്ടപ്പേരിട്ട് വിളിച്ചാൽ അത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് അറിയത്തില്ല. ഇപ്പൊ അങ്ങനത്തെ പരിപാടി വളരെ കുറവുണ്ട്. ആളുകൾക്ക് കുറച്ചും കൂടി ബോധം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല, കേൾക്കാം. ഇപ്പൊ ആളുകൾക്ക് കുറച്ച് ബോധം വെച്ചിട്ടുണ്ട്. കിട്ടുന്നില്ല. കേൾക്കാവോ? കേൾക്കാം. കേൾക്കാം. ഇപ്പൊ ആളുകൾക്ക് കുറച്ച് ബോധം വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടെടുത്തോളം പിന്നെ ഈ പ്രൈവറ്റ് സ്കൂളിലാണ് ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉള്ളത്. പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ ആണ് ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. കാറിലൊക്കെ വരുന്ന വീട്ടിലെ കുട്ടികളോട് കൂടുതൽ താല്പര്യം കാണിക്കുക, പഠിക്കുന്നതിനെക്കാട്ടിലും അവരെങ്ങനെ വരുന്നു, അവരുടെ വീട് ഏത് എന്നുള്ള രീതിയിലാണ് താല്പര്യം കൂടുതൽ കണ്ടിട്ടുള്ളത്. അതേസമയം ഞാൻ ചെറുപ്പം മുതലേ 1-ാം ക്ലാസ് മുതലേ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം, വേറെ ടീച്ചേഴ്സ് അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചാലും നമുക്ക് ദേഷ്യം വരുമല്ലോ കണ്ടോണ്ട് നിൽക്കുമ്പോൾ. അങ്ങനെ ഒരു അവസരം ഗവൺമെന്റ് സ്കൂളിൽ ഇല്ല. ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് എനിക്ക് 100% ധൈര്യമായിട്ട് പറയാൻ പറ്റും. പ്രൈവറ്റ് സ്കൂളുകളിലാണ് അങ്ങനെ കുട്ടി ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ടുള്ള ഒരു പിന്നെ വ്യത്യാസപ്പെടുത്തൽ കണ്ടിട്ടുള്ളത്. എന്തോ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, പ്രൈവറ്റ് സ്കൂളുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അപ്പൊ BEd കഴിഞ്ഞ് വന്നപ്പോൾ പ്രൈവറ്റ് സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു, പിന്നെ അവനെ വേഗം ജോലി വാങ്ങാൻ നോക്ക്, ഇത്രയും നേരത്തെ ഒരു കൊല്ലത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു. ഇപ്പം ജോലി മേടിച്ചാൽ ഇത്ര കൊല്ലം, അങ്ങനെയൊന്നും കേട്ടാൽ എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഇത്ര വ്യത്യാസമുണ്ട്, പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ അതിന് ഇത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ വേഗം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ, അന്ന് 4000 രൂപയൊക്കെ കൊടുത്താൽ മതി ജോലി കിട്ടണമെങ്കിൽ. അപ്പം എങ്ങനെയെങ്കിലും പോയി ഒരു ജോലി മേടിക്ക്, പിന്നെ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് ഇപ്പോഴും അങ്ങേരെ എന്നാ പറഞ്ഞതെന്ന് എടുത്തു പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അന്നേരം ഓർത്തു, അയ്യോ ഈ പ്രൈവറ്റ് സ്കൂളിൽ പോയാൽ ഇവരുടെയൊക്കെ കീഴിൽ ഇരിക്കട്ടെ, പിന്നെ അവിടെ അങ്ങോട്ട് ശ്വാസം മുട്ടി ഇരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ചിന്ത അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ പോയില്ല, ഗവൺമെന്റ് സ്കൂളിൽ കിട്ടുന്നവരെ പ്രൈവറ്റ് സ്കൂളിൽ പോയി ഒരു വേക്കൻസിക്കൊക്കെ പോയി. അപ്പൊ എനിക്ക് ക്ലെയിം വരാതിരിക്കാൻ വേണ്ടി അവർ എൻ്റെ ശമ്പളം തടഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ ആ ക്ലെയിം ആകാത്ത രീതിയിൽ എനിക്ക് ശമ്പളം തരാതെ വിട്ടു. അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം
പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല കാര്യമായിട്ടൊന്നും. ഈ വേക്കൻസിന് മാത്രമാണ്. അപ്പൊ ജോഷി സാർ പറഞ്ഞ പോലെ ആ ഒരു പാർഷ്യാലിറ്റി ഈ ഗവൺമെന്റ് സ്കൂളിൽ ഇല്ല സാർ. സാറ് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. താങ്ക് യു സാർ. നല്ല കഥയായിരുന്നു. MTയുടെ ഡേറ്റ് ഓഫ് ബർത്തിന് സാബു സാറെ നമുക്ക് MTയുടെ കഥ അവതരിപ്പിക്കാമായിരുന്നു. അന്ന് ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. MDയെ കുറിച്ച് പറഞ്ഞാൽ തീരില്ലാത്ത വിധം വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനശ്വരനായ കഥാകൃത്താണ് അദ്ദേഹം. ആത്മനൊമ്പരങ്ങളുടെ, മനസ്സിനെ അമ്പരിപ്പിക്കുന്ന ആത്മനൊമ്പരങ്ങളുടെ പകർത്തെഴുത്തായിരുന്നു MDയുടെ ഓരോ കഥകളും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കാലം. അതുപോലെ ജോഷി സാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു കുട്ടിയെ എങ്ങനെയാണ് കുട്ടികളെ തമ്മിൽ വേർതിരിക്കുക, അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുക, സ്നേഹിച്ചില്ലെങ്കിലും അവരെ അപമാനപ്പെടുത്താതിരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സന്ദേശം കൂടിയാണ്. ഇപ്പൊ ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം നേടാൻ ഇട വന്നിട്ടില്ല. അതിന് ഒരു കാര്യം ആൻസർ എന്നുള്ള രീതിയിലാണ് ഓമന ടീച്ചറും അതുപോലെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, അതുപോലെ തന്നെ ഒരു അമ്മമാർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കൊതി തോന്നുന്നു. അതുപോലെയുള്ളൊരു സാഹചര്യത്തിലാണ്. അടുത്ത നമുക്ക് നവലഖന്നൻ സർ. കേൾക്കാമോ മാം? കേൾക്കാം സർ, കേൾക്കാം. സാർ തിരിച്ചു വന്നോ? ഇന്നലെ രാത്രി എത്തി. ഓ താങ്ക് യു, സന്തോഷം. യാത്രയ്ക്ക് സുഖമായിരുന്നു സാറേ? പ്രവാസത്തിന് ശേഷം ഉള്ളൊരു വരവാണ്. അന്ന് നല്ലൊരു സന്ധ്യയാണ് ഈ സന്ധ്യക്ക് കിട്ടിയത്. ഹസന മാമിന് അഭിനന്ദനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കൊടുക്കാം. എനിക്ക് MTയുടെ ആത്മനൊമ്പരങ്ങൾ തന്നെയാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടിയത്. അദ്ദേഹം എന്ന മഹത് വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും നീറിക്കൊണ്ട് ഇരിക്കാനുള്ള ഭൂമിയിൽ ഇല്ലാത്ത ആ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ നീറുമായിരുന്നു. ആ നീറ്റലാണ് ഹസീന മേമൻ തൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കഥയുടെ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നത്. മാമിനോട് ഉള്ള എൻ്റെ വ്യക്തിപരമായ സന്തോഷം, ഒരു കഥ എങ്ങനെ അവതരിപ്പിക്കണം, തൻ്റെ മുഖഭാവം എങ്ങനെയായിരിക്കണം, തൻ്റെ സൗണ്ട് എങ്ങനെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, അതിലൂടെയാണ് അനുവാചകനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുക. ബർത്ത്ഡേ, പിറന്നാൾ ഞാനും അത് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ 50 വയസ്സിന് ശേഷമുള്ള പിറന്നാളുകൾക്കാണ് എനിക്ക് മധുരം തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കഷ്ടപ്പാടിൻ്റെ പിറന്നാളുകളായിരുന്നു. അപ്പൊ ഈ 73ാമത്തെ ആ പിറന്നാൾ ആഘോഷമായിട്ട് തന്നെ കുടുംബത്തിലെ എല്ലാവരും അങ്ങോട്ട് പോയാണ്. എൻ്റെ അടുത്ത ജ്യേഷ്ഠനാണ്, എനിക്ക് ഒരു ജ്യേഷ്ഠനേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം എന്നേക്കാൾ 6 വയസ്സിന് മുകളിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന. ആ കുടുംബത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അത് നല്ലൊരു ഓർമ്മയാണ്. എന്തായാലും നല്ലൊരു കഥ, കുട്ടികളുടെ മനസ്സിൽ ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരനുഭവം, അത് ഈ MTയുടെ മനസ്സിലുള്ളത് തന്നെയല്ലേ? സംശയിക്കുന്നു പൂർണ്ണമായും. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉഷാ മാം പറഞ്ഞു. എൻ്റെ ഈ ഇത് ആഘോഷിച്ചിട്ടേയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളിലൂടെ, ആത്മനൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ആഘോഷം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഹസീന മാമിന് വലിയ ഒരു കൈ ഞാൻ നൽകുന്നു. ഇനിയും മുന്നോട്ട് പോട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ താങ്കളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണോ വരുന്നത്? അതെ സാർ, ഞാൻ ആദ്യമായിട്ടാണ്. എന്നെ ഇതിനു മുമ്പ് ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തിരക്കായതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു മുതൽക്കൂട്ടായി തുടരുക. താങ്ക് യു, താങ്ക് യു. തീർച്ചയായിട്ടും സാർ. ഞാൻ പറയട്ടെ? തീർച്ചയായിട്ടും സാർ. വെൽക്കം സാർ, പ്ലീസ്. ഹസീന മേഡം, ഗുഡ്, ഗംഭീരം, നന്നായി. ഞാൻ ആദ്യം നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയട്ടെ. എന്നെ ഹസീന മാഡം എന്ന് വിളിക്കണ്ട, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് ഹസീന എന്ന് നിങ്ങൾ എല്ലാവരും വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്കെന്തോ ഒരു വലിയൊരു ഗ്യാപ്പ്. എന്താ അറിയോ, ഞാൻ ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായത് കൊണ്ട് ഞാൻ വിളിക്കില്ല.
അതെ, നാളെ സാറിന്റെ 17ാമത്തെ ബർത്ത്ഡേ അപ്പോ അത്രേ പറയട്ടെ. ആയോ? ഓ ആവുന്നേ അത്രേ ഉള്ളൂ. ആയോ സാറേ? മനസ്സിപ്പോഴും 17 നിൽക്കുകയാണ്. അതെ, തമാശയൊക്കെയാണ് അല്ലേ ശ്രീല മാഡം ആവട്ടെ. പിന്നെ ഞാൻ പറയാം, നല്ല അവതരണ ശൈലി, പ്രസന്റേഷൻ നമ്മൾ പറയില്ലേ, നന്നായി. അത് വളരെ സ്പീഡിൽ അങ്ങനെ വായിച്ച് പോയപ്പോൾ നമ്മളൊരു സിനിമ കാണുന്നൊരു പ്രതീതി. നമ്മൾ ആ പത്തായപ്പുരയും അടിയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടില്ലേ മനസ്സിൽ, കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നതും ആളുകൾ വാതിലിൻ്റെ മുമ്പിലേക്ക് വരുന്നതും എല്ലാം തന്നെ, മാവിൻ്റെ ചോട്ടിൽ കളിക്കുന്നതും എന്താ കൊതിപ്പിക്കുന്നതും ഒക്കെ അതാ, അതിനാണ് പ്രസൻറ്റേഷൻ സ്കില്ലെന്ന് പറയും. ഗംഭീരം, നന്നായിരുന്നു, താങ്ക് യു. പിന്നെ ഇത് വാസ്തവത്തിൽ പഴയ കാലത്ത് നമ്മളെ കൂട്ടുകുടുംബത്തിൻ്റെ ഒരവസ്ഥയല്ലേ ഇത്, ശരിക്കും പറഞ്ഞാൽ. അന്നൊക്കെ എന്താ മരുമക്കത്തായത്തിൻ്റെ ഒരു കാലമല്ലേ. ഇല്ലായ്മ അന്നുണ്ടെങ്കിലും ഉള്ളവരും ഇല്ലായ്മ കളിച്ച ഒരു കാലം. കാരണവരാണെല്ലാം, പിന്നെ അമ്മായിയും, പിന്നെ ഓപ്പോൾ എന്ന് പറയും, പെങ്ങൾ പറയുന്നതും കുറച്ച് ആ കാരണവർ കേൾക്കും, ബാക്കി ആര് പറയുന്നതൊന്നും അവിടെ ഏശില്ല. കാരണം എല്ലാവരും അടിമത്വമാണ്, സാമ്പത്തിക സ്ഥിതി. ശരിക്കും ഞാൻ ഓർക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഈ കുടുംബങ്ങളൊക്കെ ഇന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇവരുടെയൊക്കെ ശാപമാണ്. അവിടെ ജീവിച്ചു വളർന്ന ചെറിയ ഇത് മുതൽ വലിയവർ വരെ ശപിച്ച കുടുംബം അങ്ങനെ തന്നെ നശിച്ചാണ് ഈ പഴയ ഇല്ലങ്ങളിൽ ഇന്ന് ഈ ലെവലിൽ എത്തിയത്. കാരണവരെ കറക്റ്റ് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹം വേണ്ടാത്ത പല കളികളും കളിക്കുന്നുണ്ട്, അതറിയാലോ. അതൊന്നും ഇതിൽ വന്നില്ലെങ്കിലും പറയാം ഞാൻ. അപ്പോൾ ചെറിയ കുട്ടികളുടെ ഒരു അവസ്ഥ പറയുമ്പോൾ അവർ 20 വയസ്സ് വരെ പിടിച്ചു നിന്നതല്ലേ പറയാം ഞാൻ. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയും കൂടി അനുഭവം തന്നെയാണ്. കാരണം പഴയ കാലത്ത് ഇത് തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ തലമുറക്ക് അത് മനസ്സിലാവില്ല. കാരണം അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത്. അന്ന് റോഡോ കാറോ ഇല്ലാത്തൊരു കാലമല്ലേ, മഞ്ചലിൽ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാലം. വലിയ വലിയ ആളുകളെല്ലാം മഞ്ചലിലല്ലേ എടുത്ത് കൊണ്ടുപോകുന്നത്, അങ്ങനെയാണ്. പക്ഷേ വലിയ വലിയ വീടുകളിൽ എല്ലാ സൗകര്യത്തോടു കൂടിയും ജീവിക്കുന്നു. പക്ഷെ അന്ന് ഫ്രിഡ്ജില്ല, കറണ്ടില്ല, അങ്ങനെയുള്ള കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. വലിയ വിളക്കുകൾ, എന്താ പാനീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിളക്ക്, കാറ്റടിച്ചും മണ്ണെണ്ണ കൊണ്ട് അടിക്കുന്ന വിളക്കും അങ്ങനെയൊക്കെയുള്ളതാണ്. അതപ്പോൾ സാധാരണക്കാരൻ്റെ വീടുകളിൽ ചെറിയ മുട്ട വിളക്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ചെറിയൊരു മുട്ടയുടെ വലിപ്പമുള്ള വിളക്കുകൾ. ആ സമയത്ത് വലിയവരുടെ വീട്ടിൽ ഈ തരത്തിലുള്ള ആഘോഷങ്ങൾ അവിടെ നടക്കും. പക്ഷെ അന്നൊക്കെ ഞാൻ പറയട്ടെ, അന്നൊക്കെ എന്താണെന്നറിയോ, ആ വലിയ ചുറ്റോടനുബന്ധിച്ച് അവിടെ ജോലി ചെയ്യുന്ന പലരും, എത്രയോ കുടുംബങ്ങൾ, 5-10 കുടുംബങ്ങളുടെ മുഴുവൻ ആളുകൾക്കും ഓണം അന്ന് അവിടെയാണ്. അതുപോലെ കല്യാണം, അതുപോലെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതിൽ അവരങ്ങ് സന്തോഷം കണ്ടെത്തുകയാണ്. തൻ്റെ സ്വന്തം വീടെന്ന പോലെ. അടിമത്വമാണെന്നും ആട്ടി ഓടിക്കുമെങ്കിലും ഓടി വീണ്ടും ആരും കാണാതെ തിരിച്ചു വന്നു. അതിലൊന്നൊരു പ്രയാസമില്ല. കാരണം ജീവിതം, വയറ് വിശപ്പല്ലേ പ്രധാനം, അതാണ്. പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട്, ഇത് കുറേ പറയാനുണ്ട് ഇതിനെപ്പറ്റി. ചെറിയൊരു ബുക്ക് അല്ലേ, കുറച്ച് നേരത്തേക്ക് പറഞ്ഞെങ്കിലും അതിലൂടെ വളർന്നു വന്നവർക്ക് അത് വല്ലാത്തൊരു ഇത് തോന്നും. കാരണം ഒരു 50 അല്ലെ 60 മേലെ ഉള്ളവർക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞാൽ. കാരണം പലരും അനുഭവിച്ചതാണ്. വളരെ ചെറുക്കാർ 5% ഒഴിച്ച് ബാക്കി 95 ഇതൊക്കെ അനുഭവിച്ചു വന്നവരാ. അപ്പോൾ ആ അമ്മക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛനുണ്ടെങ്കിലും അതൊക്കെ അച്ഛനൊന്നും ഒരു വോയിസ് ഇല്ലല്ലോ. അത്തരത്തിലുള്ള നല്ല ഒരു അവതരണ ശൈലി, അത് ഗംഭീരമായിട്ടുണ്ട്. വീണ്ടും വരിക, ഞങ്ങളുടെ കൂടെ നമുക്ക് ഒന്നിച്ചൊന്നായി മുന്നേറാം. ഓക്കെ, താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിന്റെ വിലയേറിയ ഒരു ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദി പറയുന്നു. എപ്പോഴും നമുക്ക് ഓർക്കാം, കാലത്തിന്റെ കൂടിക്കലർപ്പുകളും ജീവിതത്തിന്റെ ഒരുപാട് സമസ്യകളും എഴുത്തിൽ പകർത്തി വായനക്കാരെ അത്ഭുതപ്പെടുത്തിയ ഒരു മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ, നിളയുടെ കഥാകാരൻ, പ്രിയപ്പെട്ട MD. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കാ ഇനി അടുത്ത പറയാം. ശ്രീകുമാരി മാം. താങ്ക് യു. പുതിയ അതിഥിക്ക് വെൽക്കം മാം. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പുതിയ അതിഥിയെ. വളരെ മനോഹരമായ അവതരണം.
ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. MDയുടെ കഥകൾ എല്ലാം തന്നെ വളരെ മനോഹരമാണ്. പല സാഹിത്യവും അതിൻ്റെതായ പ്രത്യേകതകളുള്ള ഒരു കഥ. ഞാൻ ധാരാളം കഥകൾ പണ്ട് വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും വായിക്കാറില്ല. MDയുടെ നോവലും പുസ്തകങ്ങളും ചെറുകഥയും ഒക്കെ ധാരാളം പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട്. വളരെ നല്ല കഥ അവതരണം. പഴയ കുടുംബങ്ങളിലെല്ലാം തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മരുമക്കത്തായ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അമ്മാവന്റെ ഭരണം. അമ്മാവന്റെ മനസ്സ് മറിക്കാൻ അമ്മാഭാവിക്ക് എന്ത് വിശേഷം എന്നൊരു പാട്ടുണ്ട്. അമ്മാവി പറയുന്നത് അനുസരിച്ചാവത്തുള്ളൂ അമ്മാവനുണ്ട്. പിന്നെ അമ്മാവന്റെ ഭരണമാണല്ലോ, അവരുടെ ഇഷ്ടം അനുസരിച്ചല്ലാതെ അവിടെ മറുവാക്ക് തിരുവാക്കി എതിർവായില്ല എന്നുള്ള മട്ടിലുള്ള ഒരു ജീവിതമാണ് അന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. സഹോദരിയുടെ പുത്രന്റെ ആ ബർത്ത്ഡേ പിറന്നാൾ വിശേഷത്തിനുണ്ടാകുന്ന ആ നൊമ്പരം നമ്മുടെ ഹൃദയസ്പർശിയായ രീതിയിൽ തന്നെ MD വാസുദേവൻ നായർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഥാകാരി നമ്മുടെ കഥയിലൂടെ തന്നെയും നല്ല രീതിയിൽ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തത്തക്ക രീതിയിലുള്ള അവതരണം തന്നെയാണ്. കേട്ടിരിക്കാൻ നല്ല രസം, അനുഭവം എല്ലാം മുന്നിൽ കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ എന്തോന്നാണ് മാം അവതരിപ്പിച്ചത്. വളരെ എനിക്ക് MDയുടെ കഥകൾ പണ്ടേ ഇഷ്ടമാണ്. ഇതെല്ലാം കുടുംബത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ എല്ലാവരും പറഞ്ഞതുപോലെ MDയുടെ അനുഭവ കഥ തന്നെയാണ്. MDയുടെ കുട്ടിക്കാലം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത്. സ്വന്തം കൂടുതൽ ആൾക്കാരും അങ്ങനെയാണല്ലോ, സ്വന്തം അനുഭവ കഥകൾ പറയുമ്പോൾ അതിന് കൂടുതൽ മാധുര്യം ഉണ്ടാകും, യാഥാർത്ഥ്യമാണെന്നുള്ളൊരു തോന്നൽ നമുക്കും അനുഭവപ്പെടാം. വളരെ നല്ല കഥ. ആ പിറന്നാൾ ഓർമ്മ ഇപ്പോൾ. പിന്നെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമായിട്ടാണ്. ഇവിടെയാണെങ്കിൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ, ഫ്രണ്ട്സും എല്ലാം വന്ന് ഭയങ്കര ആഘോഷമാണ്. കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം ഭയങ്കര ആഘോഷമാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പിറന്നാൾ വന്നു പോകുന്നത് പോലും അറിയില്ല. അങ്ങനെ വയസ്സ് വന്നു കൂടും, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റിയുള്ള സെലിബ്രേഷൻ ഒന്നുമില്ല. ഇത് പറഞ്ഞതുപോലെ പായസം വയ്ക്കുന്നതും സദ്യയൊക്കെ അതിശയം തന്നെയാണ് കേട്ടിരിക്കാൻ. വളരെ നല്ല അവതരണം, നല്ല കഥ. താങ്ക് യു. ഇനിയും ഇതുപോലെ കഥകളുമായി വരിക. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. റോയ് സർ. ഗുഡ് ഈവനിങ് സർ. MT വാസുദേവൻ നായരുടെ കഥകൾ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വീക്ഷിച്ച് അത് കഥകളിലൂടെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ പല സ്വന്തം ജീവിതത്തിലും ഒക്കെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അതിൻ്റെ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ ഭംഗിയായി അവതരിപ്പിച്ച ഹസീന മാഡത്തിന് ആദ്യമായി അഭിനന്ദനങ്ങൾ. ഈ നമ്മുടെ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അതൊരാഘോഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും വീട്ടിലെ കാരണവന്മാരുടെയൊക്കെ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് വ്യക്തിപരമായി നമ്മളെ ഒന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. പണ്ട് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ലായിരുന്നതുകൊണ്ട് അതൊന്നും ആർക്കും ഒരു വിഷയമല്ല. പക്ഷെ ഇന്ന് എല്ലാവരും ഈ ബർത്ത്ഡേ ആഘോഷമുണ്ട്, ആഘോഷം സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കടന്നു പോയിട്ടുള്ളൂ. പക്ഷേ MT അവതരിപ്പിച്ച ആ കഥയിൽ പഴയ കൂട്ടുകുടുംബത്തിലും പഴയ കാലത്ത് നടന്നിരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കൊന്നും ചെറുപ്പത്തിൽ ബർത്ത്ഡേ ഇല്ല, അത് നമ്മളൊന്നും ഒരു വിഭാഗമല്ല, ഈ ഇതിനകത്ത് നമ്മളൊന്നും ഒരു വിഷയമല്ല. അവരൊക്കെ വേറെ ചില ആൾക്കാരൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കാര്യത്തിലൊരു ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ഇവിടെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗം. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്നും ഞാൻ ചെറുപ്പത്തിൽ ആഘോഷിച്ചിട്ടുമില്ല, എന്നാന്ന് പോലും ശ്രദ്ധിക്കപ്പെടാറില്ല. അത് വേറെ കാര്യം.
അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ഫാദറിൻ്റെ 80-ാം പിറന്നാൾ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിനൊന്നും ആവശ്യമില്ല, അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ചടങ്ങാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളി ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാനൊരു അവസരം കിട്ടുന്നത് ഇതല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഞാൻ മരിക്കുമ്പോഴാണ്. അന്നേരം അവരാരൊക്കെ വന്നാലും നമ്മൾ അറിയില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു അനുവാദം തന്നതും ഞങ്ങൾ ആഘോഷിച്ചതും ഒക്കെ ഓർക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അത് വേണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് 80 വയസ്സായി, ഇനി അധിക നാളില്ല എന്നൊരു തോന്നൽ വരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടായിരുന്നു. അത് തന്നെയല്ല, അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഇത് വരികയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലും അവരവരുടെ സൗകര്യം അനുസരിച്ച് സാമ്പത്തിക അടിസ്ഥാനത്തിലും ഒക്കെ ക്ഷേമമായി നടത്തുന്നുണ്ട്. എന്നാൽ പണ്ടൊക്കെ ഇത് വെറും സമ്പത്തുള്ളവരുടെ ഒരാഘോഷമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരം ശരിയായി കണ്ടെടുത്ത് അത് ഭംഗിയായി തൻ്റെ കഥയിലൂടെ അവതരിപ്പിച്ചപ്പോൾ ഇത് അനുഭവപ്പെട്ട പലർക്കും വേദനകളും ഒക്കെ ഉണ്ടായി കാണും. ആ കഥ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി അതിൻ്റെ ആ എമോഷണൽ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ അവതരിപ്പിച്ച അസീന മാഡത്തിനെ ഒത്തിരി അധികം പ്രശംസിക്കാതെ പറ്റത്തില്ല. താങ്ക് യു മാഡം. ഏതായാലും ഈ ഒരു ഇത് നമുക്ക് വളരെയധികം ഈ കാര്യങ്ങളിൽ ഇന്നത്തെ സിറ്റുവേഷനും കുട്ടികളുടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, അപ്പോൾ പലരുടെയും മനസ്സിലിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് റിവീൽ ചെയ്യുന്നതിനും പല അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിന് അവസരം തന്ന ഒരു കഥയാണ് മാഡം തിരഞ്ഞെടുത്തത്. അതിൻ്റെ അവതരണവും നന്നായി, എല്ലാവരെയും അതുപോലെ ചിന്തിക്കാനുള്ള അവസരവും ഉണ്ടായി. ഈ കഥയിലൂടെ ഉള്ള കാര്യങ്ങൾ വളരെയധികം ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതോടൊപ്പം തന്നെ നമുക്കത് എൻജോയ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് വളരെയധികം അഭിനന്ദനങ്ങൾ. തുടർന്നും ഇതുപോലെ കഥകളുമായി വരണമെന്ന് അസീന മാഡം റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. രമാവതി, ജോർജ് സാറ്, രമാവതി മാമ, പിന്നെ ഒക്കെ ഉണ്ട്. സുധാന സാർ, എല്ലാവരും ഉണ്ട്. ഒരു സാഹിത്യ രംഗത്ത് ഒരു രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ അവാർഡ് 1996 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ പലതവണ MD കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറ്റവും 1974 അവാർഡ് നേടിയ നിർമാല്യം, ബന്ധനം, ഒരു ചെറുപുഞ്ചിരി, വാരിക്കുഴി, മഞ്ഞ്, കടവ് എന്നീ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തും അദ്ദേഹം കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ആളാണ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ കഥയെക്കുറിച്ച് പറയാനായിട്ട് ഗോപകുമാർ സർ, രമാവതി മാം. അസിന മാം നമസ്കാരം. സാർ പറയാണ്, ജോർജ് സാർ പറയാണ്. മാഡം പറഞ്ഞു. അനിയൻ ജോർജ് സാർ പറയാവേ അല്ലേ? അസിന മാം നമസ്കാരം. എനിക്ക് അസിന മാം പുതിയൊരാളായിട്ട് തോന്നിയിട്ടേ ഇല്ല മുഖം കാണുമ്പോ. എന്താന്നറിയില്ല, അങ്ങനെ ഒരു പുതുമ ആദ്യമായിട്ട് വന്നിനെന്ന് തോന്നിയിട്ടേ ഇല്ലെന്ന് കാണുമ്പോ. അപ്പം അസീന മാമിനെ കൊണ്ടുവന്ന ഉഷ മാമിനും അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമില് എല്ലാമായിട്ടുള്ള സാറിനും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്ന്, പിന്നെ അതുപോലെ നമ്മളെ ആദ്യമായിട്ട് പറഞ്ഞ ജോഷി സാറുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടാണ് ഈ കഥനെ പറ്റിയിട്ട് പറഞ്ഞത്. മാഡം എന്ന് വിളിക്കുന്നത് അസീന എന്ത് തിരക്കുണ്ടെങ്കിലും ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഇത് ജോലി എന്തെന്ന് അറിയുമ്പോ ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വന്നത്. അതിനൊരു ബിഗ് സല്യൂട്ട്. MTയുടെ കഥകൾ എന്ന് പറയുമ്പോ നോവല്, കഥകള്, തിരക്കഥ, ഇപ്പൊ ഉഷമൻ പറഞ്ഞ പോലെ മൂവി കുറെ ഒന്നും പറയണ്ടേ. അത് അനുഭവം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓമന മാം പറഞ്ഞ പോലെ അനുഭവം തന്നെ ആയിരിക്കും, അതിൽ സംശയമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തൂലിക ചരിക്കുമ്പോൾ ആ അനുഭവങ്ങളാണ് എഴുത്തിലൂടെ വരിക എന്ന് എനിക്ക് തോന്നുന്നത്.
അതുപോലെ കുഞ്ഞുനാളിൽ ഉണ്ടായതാണ് കുറെ കാര്യങ്ങളാണ് ആ കഥയിൽ പറയുന്നത്. കുഞ്ഞുനാളിൽ എല്ലാവർക്കും ദുരനുഭവങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ തരണം ചെയ്യണം. പശുവുള്ള വീട്ടിലാണെങ്കിൽ പശുവിന് പുല്ല് അരിയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട, അതായത് അതില് ആരാണ് പണത്തിൽ താഴെയുള്ളവര് അവരായിരിക്കും പോണ്ടത്. നേരെ മറിച്ച് അല്ലാത്തവൻ നേരെ എന്താ പുസ്തകം എടുത്ത് പഠിക്കാനും മറ്റു കാര്യങ്ങൾ നോക്കാനും അല്ല. അവന് വേണമെങ്കിൽ പണ്ട് ചെറിയൊരു സൈക്കിളൊക്കെ ഉണ്ടാവും, ഗിയർ സൈക്കിളല്ല, സാധാരണ സൈക്കിളൊക്കെ ഉണ്ടാവും. അതുപോലെ കടയിൽ പോകുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ കടയിൽ പറഞ്ഞയക്കാം. അമ്മാവന്റെ മക്കളെ ഒന്നും പറഞ്ഞയക്കൂല. അമ്മാവന്റെ മക്കൾക്ക് സ്പെഷ്യലായിട്ട് രാത്രിയിൽ ഇവരൊന്നും അറിയാതെ അടുക്കളയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് എല്ലാവരും മുമ്പെന്നല്ല പാലില് ബൂസ്റ്റോ എന്തെങ്കിലും കലക്കി കൊടുക്കുക. അത് അവർക്ക് പ്രത്യേക പരിഗണന. അപ്പൊ ഇവരെങ്ങനെയെങ്കിലും അത് അറിയുന്നുണ്ടാവും. ചിലപ്പോ അവൻ തിരിച്ചു വരുമ്പോ അവന്റെ വായിന്റെ അവിടെ പാലിന്റെ എന്തെങ്കിലും അടയാളം ഉണ്ടാവും. പക്ഷെ ഒന്നും പറയാൻ പറ്റൂല. കാരണം ഭക്ഷണം കൊടുക്കുമ്പോഴും അതെ. പണ്ട് കുറെ കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ ആൾക്കാരുണ്ടാകുമ്പം മീനിന്റെ കഷ്ണങ്ങളെല്ലാം കുറവായിരിക്കും. അപ്പൊ ഇവന് ഒരു 4 കഷ്ണം മറ്റവർക്ക് ചാറ് മാത്രം കൊടുക്കുന്ന അനുഭവമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാളില് അച്ഛനുണ്ടാകുമ്പം 2 ഉടുപ്പെല്ലാം വാങ്ങി തരാറുണ്ട്. പക്ഷെ 8 വയസ്സിൽ അച്ഛൻ അറ്റാക്കായിട്ട് മരിച്ചതിന് ശേഷം അമ്മ മക്കളെല്ലാം പോറ്റാൻ വേണ്ടിയിട്ട് പടാപാട് പെടുമ്പം പായസമൊക്കെ വെച്ച് എന്ന ചെറിയ ഓർമ്മയെല്ലാം ഉണ്ട് പിറന്നാളിന്. ഇപ്പം റോയ് സാറ് പറഞ്ഞ പോലെ അല്ലാത്ത രീതിയിലുള്ള ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. ഇങ്ങനെ ചിലപ്പോൾ അമ്പലത്തിലെല്ലാം പോയിട്ട് ഇങ്ങനെ ഒരു പായസം കഴിപ്പിക്കൽ ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 20 വയസ്സാകുമ്പോൾ മാരേജ് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ എല്ലാ പിറന്നാളും ഹസ്ബൻഡും അതുപോലെ മക്കളെ വലുതായിട്ടാകുമ്പോൾ മക്കൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹസ്ബൻഡ് ആണെങ്കിൽ ആ പിറന്നാൾ ദിവസം ഞാൻ എൻ്റെ പിറന്നാളെ 21-ാം തീയതി എൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് 1000 ഉറുപ്യ തന്നു. അതുപോലെ 20-ാം തീയതി രാത്രി 12 മണിക്ക് മോള് വിളിച്ചു, മമ്മി ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പറഞ്ഞു താങ്ക് യു. പറഞ്ഞു ഒരു 6000 ഉറുപ്യ ഇപ്പൊ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ആരോ അതിൽ പറഞ്ഞു, ഇപ്പോഴാണ് നമ്മള് ആഘോഷമായിട്ട് ഇതൊക്കെ ആഘോഷിക്കുന്നത്. എന്തോ ഒരു സന്തോഷം എന്നറിയാം ഇതെല്ലാം കാണുമ്പോ. അതുപോലെ ചില പിറന്നാളിന് ചില ആൾക്കാര് പാവപ്പെട്ട എവിടെയും കൊണ്ട് ഒരു അനാഥ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അതിന്റെ പേരിൽ. അതെല്ലാം നല്ല കാര്യമാണ്. ഒരു ദിവസം 10/10/2012 ഹസ്ബൻഡ് മോളെടുത്ത് പോയിരുന്നു യുകെയില്. അപ്പം ഞാൻ ഒറ്റക്കായിരുന്നു ഇവിടെ, മോനും ജോലിയിലായിരുന്നു. അപ്പം മോന്റെ പിറന്നാളായിരുന്നു. അപ്പൊ ഇവരൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടം. അപ്പൊ ഇവിടെ രണ്ട് സ്ത്രീകൾ ഭിക്ഷക്ക് വരാറുണ്ട്, തമിഴന്മാര്. അപ്പൊ എനിക്കാണെങ്കിൽ അതിൽ ഒരു സ്ത്രീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ടെല്ലാം വരുമ്പോ അവരിങ്ങനെ എൻ്റെ മുഖത്ത് ഇങ്ങനെ തടവിയൊക്കെ ചെയ്യും. അവിടെ വഴിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അവർ കിടക്കുകയൊക്കെ ചെയ്യാം തിണ്ണയില്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും മുമ്പിന്ന് റോഡിൽ വന്നിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടവിയിട്ട് ചായ കുടിക്കുന്നു എന്നൊക്കെ ചോദിക്കും. എനിക്കന്നേരം അവരോട് എന്തോ ഒരു ഇഷ്ടം. എന്നിട്ട് ഞാൻ ഈ പിറന്നാളിന് ഇവിടെ അടുത്ത താമസം അവര്, ഞാൻ ഒരു ബെഡ്ഷീറ്റ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു, നിങ്ങൾക്കൊരു ബെഡ്ഷീറ്റ്. അപ്പം മറ്റേ തള്ളക്ക് ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞു എന്താ അവർക്ക് മാത്രം. പിന്നെ ഒരു ദിവസം വീട്ടിൽ വന്നിട്ടാകുമ്പോൾ അവർക്കും കൂടി കൊടുത്തു. അപ്പൊ നമ്മൾക്ക് എന്തോ പിന്നെ ഇല്ലാത്തവരെ കാണുമ്പോൾ അങ്ങനെ എന്താ പറയണ്ട, അവരോട് ഇഷ്ടം തോന്നുന്നത് നമ്മളെ ലൈഫിലുള്ള അനുഭവം തന്നെ. ആ സിനിമ ശരിക്കും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടമൊക്കെ തോന്നല്. പിന്നെ പണ്ട് ഈ പറഞ്ഞ പോലെ അമ്മാവന്മാര് കുട്ടികളെ ശിക്ഷിക്കുന്നതും അതെ. എന്ത് തെറ്റ് ചെയ്താലും പിന്നെ അമ്മാവന്റെ മോനായിരിക്കും കുരുത്തക്കേട് കാണിച്ചത്, ശിക്ഷ കിട്ടുന്നത് പെങ്ങളെ മോൻ തന്നെ ആയിരിക്കും. അന്നേരം അവിടെ ഒരു വകതിരിവ് എപ്പോഴും ഉണ്ടാവും. അടി കിട്ടുന്ന ആള്, ചീത്ത കിട്ടുന്ന ആള്, ഭക്ഷണ മര്യാദയൊക്കെ കഴിക്കാത്ത ആള്. അതുപോലെ മാമിന്റെ ഈ കഥ പറയലുണ്ടല്ലോ, കഥ എൻ്റെ അമ്മ എന്തൊരു സംഭവമാണെന്നറിയോ. ഞാനിതിങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരുന്നിട്ടിങ്ങനെ ഞാൻ എവിടെ എൻ്റെ ശ്രദ്ധ പോയില്ല, മനസ്സിൽ നിന്ന് എവിടെ എൻ്റെ ശ്രദ്ധ പോയില്ല. ശരിക്കും അവതരണം ഉണ്ടല്ലോ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയണ്ടത്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. ചില ടീച്ചേഴ്സ് എല്ലാം പണ്ട് അങ്ങനെ സ്കൂളിലെല്ലാം നമുക്ക് അനുഭവമുണ്ട്, അതുപോലെയാണ്. പിന്നെ ആൺകുട്ടികൾ, ഇപ്പോഴും ആൺകുട്ടികളുള്ള വീട്ടിൽ നല്ല ഈക്വൽ ആയിട്ടാണ് എല്ലാവരും വളർന്നത്. പണ്ട് അങ്ങനല്ല, ആൺകുട്ടികളുടെ വീട്ടിൽ അവർക്ക് പ്രത്യേക പരിഗണനയുള്ള വീടുകൾ. ആൺകുട്ടികൾക്ക് പുഴുങ്ങിയ മുട്ട, മീൻ കഷ്ണം, മുഷിയാത്ത തോർത്തുമുണ്ട്. പെൺകുട്ടികൾക്ക് നേരെ ഓപ്പോസിറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും നല്ലൊരു കഥ പറച്ചിലായിരുന്നു. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ വരിക, കഥ മാത്രമല്ല കാര്യങ്ങളും പറയണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.
താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ജോർജ് സർ. താങ്ക് യു മാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹസീന മാം, കൺഗ്രാജുലേഷൻ. ആത്മാർത്ഥമായ അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ. കാരണം അത്തരത്തിൽ നല്ലൊരു അവതരണമായി. എന്തായാലും ഈ വേദിയിലേക്ക് കഥ പറയാനും കഥ കേൾക്കാനും ഒരാൾ കൂടി എത്തി എന്നുള്ള സന്തോഷം പങ്കുവയ്ക്കട്ടെ. അവതരണ രീതിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞതുണ്ടല്ലോ, വളരെ ഹൃദ്യമായ അവതരണം. ആ വൈകാരിക അനുഭവങ്ങളൊക്കെ എന്താണോ MT ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഗംഭീരമായി അവതരിപ്പിച്ചു. അതിലും ഒട്ടും മോശമല്ലാത്ത നിലയിൽ എല്ലാവരുടെയും കേട്ടുന്ന ആ ശ്രോതാക്കളുടെ ഒക്കെ മനസ്സിൽ ആ ഉയർച്ച താഴ്ചകളൊക്കെ അങ്ങനെ തന്നെ വന്നു എന്നുള്ളതാണ്. ചില നേരങ്ങളിലൊക്കെ മറ്റാരും കാണാതെ ഒന്ന് തൂത്തുപോയാലോ എന്ന് തോന്നിപ്പോയ വിധത്തിൽ കണ്ണുനീര് പൊടിയാത്തവരാരും ഉണ്ടെന്ന് കരുതാനാവില്ല. വളരെ 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 ആകർഷകം എല്ലാ നിലയിലും. എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല. പിന്നെ നമ്മുടെ രാമകൃഷ്ണന്റെ ഉണ്ണികൃഷ്ണന്റെ ആ അനുഭവം ഓർമ്മയിൽ നിന്ന് പെട്ടെന്നൊന്നും പോവില്ല, കുറച്ച് നേരം അവിടെ നിൽക്കും. ഈ കഥയും നമ്മൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒഴിഞ്ഞു പോയാലും അവൻ്റെ സങ്കടങ്ങളും ആ ഓർമ്മകളും അതെല്ലാം ചിലതൊക്കെ നമ്മളോട് ലിങ്ക് ഇടുമല്ലോ, ഓരോ പാലം വയ്ക്കും. ആ അനുഭവം, അന്നത്തെ കാലം, അവർ പറഞ്ഞ കാര്യം, നമ്മുടെ അനുഭവം, എല്ലാത്തിലും ഇങ്ങനെ പല ലിങ്കുകൾ ബിൽഡ് ചെയ്യാൻ പറ്റിയ കുറേ സന്ദർഭങ്ങളൊക്കെ വന്നുപോയി. എന്തായാലും നല്ല അവതരണമായിരുന്നു, അങ്ങനെ പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞതൊക്കെ തന്നെ ഞാനും ഇനി ആവർത്തിക്കുന്നില്ല. മാം, ഓൾ ദ ബെസ്റ്റ്. ഇനിയും വരണം, കാത്തിരിക്കും. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, വളരെ നല്ലൊരു ഫീഡ്ബാക്ക് കേട്ടു. താങ്ക് യു സോ മച്ച്. ഗോപകുമാർ സർ. ഷീൽ ടീച്ചർ. ടീച്ചറെ. ഗോപകുമാർ സർ. സുധോൻ സാർ ഇല്ല, പോയോ? സുധോൻ സാർ പോയി. ലെഫ്റ്റ് ആയി. എന്നാ ഞാൻ പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഗോപകുമാർ സാറും കൂടെ ഉണ്ട് സാറ്. എല്ലാരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഹസീന, എല്ലാരും ഒന്ന് ചിരിച്ചോട്ടെ ഒരു സെക്കൻഡ്. എന്താണെന്നോ, ഹസീനയുടെ കഥ വായന അങ്ങനെയായിരുന്നു. നമ്മൾ അതിലൂടെ തന്നെ പോവുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗദ്ഗതങ്ങൾ ഉണ്ടായി നമുക്ക്. കുറെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ തന്നെയാണ് MG വാസുദേവൻ നായർ ഈ കഥ എഴുതി പോയതെന്ന് നമുക്ക് തോന്നും. കാരണം എന്റെ വീട്ടിലൊന്നും ഞങ്ങൾ 8 മക്കളാണ്. അപ്പൊ ആരുടെയും ബർത്ത്ഡേ ആഘോഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇഷ്ടം പോലെ കാണും, പക്ഷെ പ്രത്യേകിച്ച് ഒരു ബർത്ത്ഡേ ആഘോഷം ആ വീട്ടിലില്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഞാൻ എന്റെ വീട്ടിലും തുടരുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഇതുവരെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടേ ഇല്ല. എന്റെ ഹസ്ബൻഡോ ഞാനോ ആഘോഷിച്ചിട്ടില്ല. കാരണം ഇത് തന്നെയാണ്, ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കുട്ടികൾ ഞങ്ങൾക്ക് ചുറ്റുമോ അല്ലെങ്കിൽ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമോ ഉണ്ടെന്നുള്ള ഒരു വാക്ക് ഏതൊരു ഹസ്ബൻഡ് പറയും. അതുപോലെ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ആയുസിന്റെ ആ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആഘോഷിക്കാൻ പാടില്ലെന്നും കൂടെ നമ്മുടെ മതം പറയുന്നുണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. എന്നിരുന്നാലും ആഘോഷിക്കേണ്ടത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഹസീനയുടെ കഥയിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിരുന്നു. കാരണം കുട്ടി അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ വീട്ടിൽ പലരുടെയും ബർത്ത്ഡേ ആ കുട്ടി കാണുന്നുണ്ട്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ അതിന് കൊതിയുണ്ട്. എന്റെ ദിവസം എന്ന് പറയുന്ന ആ ഒരു ദിവസം വളരെ താല്പര്യത്തോടു കൂടി പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് ഇവന്റെ ആഘോഷം, ജന്മദിനം വളരെ നന്നായിട്ട് ആഘോഷിക്കണം. അവനെ അവിടെ MG പറഞ്ഞിരിക്കുന്നത് പൊട്ടിത്തെറിച്ച വക എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്ക് അതിൽ തന്നെ ഉണ്ട്. ആ കുട്ടി അനുഭവിച്ച കംപ്ലീറ്റ് കാര്യവും അതിൽ കിടപ്പുണ്ട്. കാരണം ഒരു പിന്നെ എന്താ, നേരെ ഉള്ളതല്ല. നമ്മളെ പൂത്തിരി കത്തിക്കുമ്പോൾ ഒരു തിരി എങ്ങോട്ടെങ്കിലും തെറിച്ചു പോയാൽ അത് ആരും ഗൗനിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളാണ് ആ കുടുംബത്തിലെ ആ കുട്ടി എന്ന് അവിടെ ആ ഒരു വേടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം മാടത്ത് തെക്കേപ്പാട്ട് പിന്നെ വാസുദേവൻ നായർ എന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹം 2-3 തൂലികാനാമങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു.
പിന്നീട് സ്വന്തം പേരിൽ തന്നെയാണ് എല്ലാം എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമുക്ക് ഹസീന പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ കഥകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? പിന്നെ വടക്കം വീരഗാഥ എന്ന് പറഞ്ഞ സിനിമയെന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എല്ലാവരും ചന്തുവിനെ ദുഷ്ടനായിട്ടും വഞ്ചകനായിട്ടും കേട്ടുകേൾവി ഉണ്ടായിരുന്ന ആ സമയത്ത് നല്ല മനസ്സുള്ള ഒരു ആളായിരുന്നു ചന്തു എന്ന് മാറ്റി എഴുതി ആ ഒരു ഫിലിം നമുക്ക് കൊണ്ടു തന്നു. അതുപോലെ തന്നെ രണ്ടാം ഊഴം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ MDയുടെ മഹാഭാരതം എന്നാ പറയുന്നത്. അതില് ഭീമന് എപ്പോഴും 2ാം സ്ഥാനമേ കിട്ടുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഗദ്ഗതങ്ങളാണ് ആ കഥകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വേറൊന്നും വേണ്ട, നിർമാല്യം എന്ന് പറയുന്ന ഫിലിം മതിയല്ലോ. 1973 ഇറങ്ങിയ നിർമാല്യം എന്ന് പറയുന്ന ഫിലിം ഈ സമൂഹത്തോട് തന്നെ ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരാളിന്റെ ഒരു ചോദ്യമാണ് ആ സിനിമയിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ MGയുടെ കഥകൾ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം കഴിഞ്ഞ ഡിസംബറിലാണ്, ഡിസംബർ 24 അദ്ദേഹം ക്രിസ്മസിന്റെ അന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം 91ാമത്തെ വയസ്സിൽ മരിക്കുമ്പോ അദ്ദേഹം ശരീരം അദ്ദേഹത്തിന്റെ പോയായിരിക്കാം, എന്നാൽ ആത്മാവ് ഇപ്പോഴും നോക്കൂ എത്ര നന്നായിട്ടാണ് നമ്മൾ ഓരോരുത്തരും MGയെ വാഴ്ത്തുന്നത്. അത് വായിക്കാൻ അവസരം കിട്ടിയ ഹസീന എത്ര ഭാഗ്യമുള്ള ആളാണ്. അപ്പം ഹസീനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പിന്നെ ഹസീനയുടെ വായനയുടെ പ്രത്യേകതയാണ് കേട്ടോ ഇത് ഇത്ര കണ്ട് എല്ലാവർക്കും ഫീൽ ചെയ്തത്. രമാവതി മാമൊക്കെ കരയായിരുന്നു അല്ലേ? അപ്പൊ അത്രയും സുന്ദരമായിട്ട് വായിച്ചു. ഹസീന കേൾക്കുന്നുണ്ടോ? സങ്കടം വരും. അതെ, ഹസീന വായിച്ചത് അങ്ങനെയായിരുന്നു. വായന നല്ലൊരു രീതിയായിരുന്നു കേട്ടോ. എന്നാൽ നല്ല സ്പീഡും ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു വായിച്ചിരുന്നത്. അപ്പം സാധാരണ കേൾക്കാത്ത ഒരു വോയിസ് കേട്ടപ്പം അതിലേറെ സന്തോഷം ഉണ്ടായി. ജോർജ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇവരുടെയൊക്കെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഈ അടുത്ത കാലത്താണ് കയറി പറ്റിയത്. അതുപോലെ ഹസീനയും എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു. ഹസീന, താങ്ക് യു സോ മച്ച്. എപ്പോഴും ഷീൽ ടീച്ചറും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഹസീനയെ പോലെ തന്നെ. ഹസീന എന്റെ കുഞ്ഞനീത്തി കൂടിയാണ്. എനിക്ക് എപ്പോഴും അത് എല്ലാവരും പറയുന്നുണ്ട് ഹസീനയുടെ ഹസീനയുടെ ഭാവമാണത്. ഹസീനയ്ക്കുള്ള ടീച്ചറുള്ളൊരു ഇതല്ല. ഹസീനയ്ക്ക് എപ്പോ കണ്ടാലും ഉഷ മാം പകുതിയെ കാണുന്നുള്ളൂ. ഉഷ മാമിനെ മുഖം കാണുന്നില്ല. പകുതിയെ കാണുന്നുള്ളൂ. ഹസീന എനിക്ക് തോന്നുന്നു നെറ്റ് പ്രോബ്ലം ഉണ്ട് അവിടെ. ആണല്ലേ? ഇനി ഗോപകുമാർ സാറുണ്ടേ, നമുക്ക് സാറിനെയും കൂടി ഒന്ന് കേൾക്കാം. സാർ അവൈലബിൾ ആണോ? സാബു സാർ വന്നിട്ടുണ്ട്. സാബു സാർ അവൈലബിൾ ആണോ? ചിലപ്പോൾ ഒരു ബ്ലോക്ക് ആയിരിക്കും, അവിടെ എന്തെങ്കിലും ബിസി ആയിരിക്കും. ഗോപകുമാർ സാറിന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സാറിന് ഫീഡ്ബാക്ക് പറയാനായിട്ട് വരാൻ സൗകര്യം ഉണ്ടാവോ? ഹസീന, ടോട്ടലി നമുക്ക് MD എന്ന വലിയ എഴുത്തുകാരന്റെ കഥകളിലൂടെ സഞ്ചരിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അവസരമാണ്, മഹാഭാഗ്യം ആണ് ഇന്നിവിടെ ലഭിച്ചത്. സാബു സാറിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഹസീനയ്ക്ക് നൽകാനായിട്ട് എനിക്ക് ഒരു അവസരം തന്നതില്. പിന്നെ ഗോപകുമാർ സാർ കൂടി വന്നിരുന്നെങ്കിൽ സാർ മാത്രമാണ് സാർ അവൈലബിൾ ആണോ? നമ്മുടെ സമയം കഴിയാറായി, 8:30 ക്ലോസ് ചെയ്യുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹസീന ഒരു റിഫ്ലക്ഷനിലേക്ക് പോകാം. ഹസീനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് സത്യത്തിൽ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ നല്ല വാക്കിന്. എന്റെ തങ്കമണി ടീച്ചറെയാണ് ഞാൻ ഓർക്കുന്നത്. മലയാളത്തിന് ഞങ്ങളുടെ അധ്യാപിക തങ്കമണി ടീച്ചറായിരുന്നു. തങ്കമണി ടീച്ചറുടെ കഥ വായന ഇതുപോലെയാ. അതായത് ആ കഥ കേൾക്കുമ്പോ നമ്മൾ ആ കഥയിലൂടെ നമ്മളായി തന്നെ കഥാപാത്രമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകും. ടീച്ചർ പറയും, കഥ കേൾക്കുമ്പോ കഥ വായിക്കുമ്പോ അത് കേൾക്കുന്നവന്റെ മനസ്സിൽ കൂടെ തറയണമെങ്കിൽ അത് പറയുന്ന ശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തണം എന്ന്. അപ്പൊ അന്ന് ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ വായിപ്പിക്കും. അപ്പൊ വായിപ്പിക്കുമ്പോ ടീച്ചറാണ് എന്നെ കഥ വായിക്കാനും എഴുതാനും ഒക്കെ പ്രേരിപ്പിച്ചത്. അപ്പൊ ഞാൻ ഈ നിമിഷം തങ്കമണി ടീച്ചറെ കൂടെ
മനസ്സിൽ ഓർക്കാണ്. തങ്കമണി ടീച്ചർ ഇന്ന് ജീവനോടെ ഇല്ല. ടീച്ചർക്ക് എല്ലാ എന്താ പറയണേ എന്റെ പ്രാർത്ഥനയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ ഉഷ മാഡം പറഞ്ഞു എനിക്കൊരു ചേച്ചിയെ പോലെ തന്നെയാണ്. അപ്പോൾ എന്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവട്ടെ. വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളും ചർച്ചകളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. താങ്ക് യു ഹസീന, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് തവണ ഹസീനയ്ക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിയട്ടെ. ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഈ പറഞ്ഞതുപോലെ തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ എന്നല്ല, എപ്പോഴും ഈ ജാലകങ്ങൾ തുറന്നു തന്നെ ഇരിക്കും. അവസരങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. ഇനിയും സ്നേഹപൂർവ്വം ഒരുപാട് നന്ദി പറയുന്നു ഹസീനയോട്. ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഗോപകുമാർ സാറുണ്ടോ? ജോർജ് സാറ് ബാക്കി എല്ലാരും തന്നെ പറഞ്ഞു. സാറ് വന്നിട്ടുണ്ട്. ഹസീനയ്ക്ക് 8:30 ലീവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി ടീച്ചറെ. അതെ 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 നമുക്ക് ഹസീന മാഡം ഇത്രയും നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. പിന്നെ ഇനിയിപ്പോ നമുക്ക് തുടർന്ന് കാണാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഹസീന മാമിന്റെ സൈക്കോളജി ക്ലാസ് കേൾക്കാൻ കൊതിയാവുന്നു. തീർച്ചയായിട്ടും ഹസീന ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഹസീന ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ഹസീനയ്ക്ക് എപ്പോഴേലും ഇവിടെ ഏത് സബ്ജക്റ്റുമായിട്ടും വരാം. 7 ദിവസവും വാതിൽ തുറന്നു കിടക്കുന്നു. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും ഹസീനയുടെ ക്ലാസ്സുകളുമായിട്ട് ഞങ്ങളോടൊപ്പം വരുമെന്ന പ്രതീക്ഷ. അതുപോലെ തന്നെ MD സാറിന്റെ ഓർമ്മയ്ക്ക് മുമ്പില് ഞങ്ങൾ ഓരോരുത്തരും 1000 ഓർമ്മപ്പൂക്കൾ, പ്രാർത്ഥനകൾ, പ്രണാമം മഹാ എഴുത്തുകാരന്റെ മുമ്പിൽ, നിളയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ മുമ്പിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് ശീലമാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ശ്രോതാക്കൾ കാത്തിരിക്കുന്നു എന്നുകൂടെ ചേർക്കുകയാണേ. അതെ അതെ സാറേ, താങ്ക് യു സർ. നല്ലൊരു വാക്കുകൂടെ അതിൽ കൂട്ടിച്ചേർത്തു. ജോർജ് സാറേ, നമ്മൾ കാതോർത്തിരിക്കുന്നു. അത് മഹാന്മാരെ കൊണ്ടേ പറ്റുമല്ലേ? അല്ലേ മാഡം? മഹാന്മാരെ കൊണ്ടേ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ. അവസരം കിട്ടുമ്പോഴൊക്കെ കാത്തിരിക്കും ഇങ്ങനെ നോക്കി കാണാനും കേൾക്കാനും വേണ്ടി. അപ്പൊ ഇന്നത്തെ ദേശീയ അവാർഡ് ജോർജ് സാറിന്. നന്ന് അങ്ങനെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു. ആ പത്മഭൂഷണം കൂടെ കൊടുത്തോ ഉഷേ? വിഭൂഷണം കൂടെ ഇരുന്നോട്ടെ. ആയിക്കോട്ടെ സാറേ, അതും കൂടെ ഒന്ന് വിളിച്ചോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എന്താ സാറേ? ശരി, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹസീന, താങ്ക് യു. ഗുഡ് നൈറ്റ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. സാറിന് പ്രത്യേകം താങ്ക് യു. ഉഷ മാം താങ്ക് യു. എല്ലാവർക്കും ബൈ. താങ്ക് യു. ഓക്കെ ഓക്കെ. വാവേ, ഹിന്ദു സാറിന് കുറച്ച് സാറിന് പങ്കെടുക്കാൻ പറ്റി. വാവേ വാവയാണ് സാറേ, പേരെന്താ വാവേന്റെ പേര്? സാറ് അല്ലേ? പേരെന്താ സാറേ? ജിയോ. ഒലിവർ ജോർജ് ഉല്ലാസ്. ഒലിവർ ജോർജ് ഉല്ലാസ്. കൊള്ളാം. അറിയാം, മൊത്തം അറിയാം. അത് എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമുള്ള ഒരു പേരും കിട്ടുന്നേ ഉള്ളൂ. ഒലിവർ ടെസ്റ്റിന്റെ പേരിന്റെ ആദ്യ അക്ഷരം കൊണ്ട് ഓമൻ ടീച്ചറിന് പേരിട്ടേക്കുന്ന പേരെടുത്ത് ഇതിനിട്ടു. ഒലിവർ ജോർജ് ഉല്ലാസ്. ഒലിവർ ജോർജ് ഉല്ലാസ് അതെന്റെ പേരാ. ഒലിവർ ജോർജ് ഉല്ലാസ്. അപ്പൊ എല്ലാരും നല്ല സെഷൻ ആയിരുന്നു അല്ലേ? വിട്ടാലോ? ടീച്ചറെ നല്ലതായിരുന്നു കേട്ടാ, നല്ലതായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്.